ഉച്ചവെയിലും ഇളം നിലാവും. രാജലക്ഷ്മി. തീവണ്ടി ഒന്ന് ചെരിഞ്ഞു കുലുങ്ങി, പിന്നെയും നിവർന്നു പാഞ്ഞു. പണിത്തിരക്കിനിടയിൽ മനോരാജ്യത്തിൽ ലയിച്ചുപോയി പെട്ടെന്നുണർന്ന് തോൾ കുടഞ്ഞ് ജോലി തുടരുകയാണ്. മലഞ്ചെരുവിൽ ഒരു വളവ് കഴിഞ്ഞ് വണ്ടി പാടത്തിന് നടുക്കിലേക്ക് ഇറങ്ങി. ദൂരെ കുന്നും മലയും കാണാം. സ്ത്രീകൾക്കായുള്ള 3-ാം ക്ലാസ് മുറിയുടെ തുറന്ന വാതിൽക്കൽ ഡോക്ടർ വിമല ചാരി നിന്നു. വലത്തെ തോളത്തുകൂടി ഹാൻഡ് ബാഗ് തൂക്കിയിട്ടിട്ടുണ്ട്. മുടി പൊക്കി വളച്ചു കെട്ടിയിരിക്കുന്നു. വീതിയിൽ കൈയുള്ള പുകക്കണ്ണാടി വെച്ചിട്ടുണ്ട്. തീവണ്ടി യാത്രയ്ക്ക് മാത്രം പറ്റുന്ന തരം ഒരു കടുനീല സാരിയാണ് ഉടുത്തിരിക്കുന്നത്. വണ്ടി ഇരമ്പിപ്പായുമ്പോൾ കാറ്റത്ത് പാറിപ്പറക്കുന്ന സാരിയുമായി വാതിലിൽ കൈ ഊന്നി അവൾ അങ്ങനെ നിൽക്കുമ്പോൾ കണ്ടാൽ അവൾ അഴകുള്ളവളാണ്. ഇവിടെ എങ്ങും സാധാരണ കാണാത്ത തരം ഒരു അഴക്. സാരിത്തുമ്പ് തലയിൽ കൂടി വലിച്ചിട്ട് നെറ്റിയിൽ കുമ്പളക്കുരു പോലത്തെ വലിയൊരു പൊട്ടും തൊട്ടിരുന്നെങ്കിൽ ശരിക്കും അവളൊരു വടക്കേ ഇന്ത്യക്കാരിയാണെന്നേ തോന്നുള്ളൂ. വണ്ടി ഒരു ഇടുക്കിൽ കൂടി കടന്നു പോവുകയാണ്. അവൾ കണ്ണട ഊരിയെടുത്ത് സാരി തുമ്പുകൊണ്ട് തുടച്ചുകൊണ്ട് നിന്നു. 5 കൊല്ലം കഴിഞ്ഞു ഈ കണ്ണട കയ്യിൽ വന്നിട്ട്. അച്ഛൻ അവസാനത്തെ തവണ വന്നപ്പോൾ തന്നതാണ്. മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ അവസ്ഥയ്ക്ക് ഇതുകൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കും. വണ്ടി കയറാൻ സമയത്ത് മുഖത്തു നിന്ന് ഊരി അവളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണുണ്ടായത്. അന്നത്തേതിൽ പിന്നെ അച്ഛനെ കണ്ടിട്ടില്ല. 3 കൊല്ലം കൂടുമ്പോഴല്ലേ വരാൻ സാധിക്കൂ. ആ 3 കൊല്ലം തികയുന്നതിന് മുമ്പ് അച്ഛൻ മരിച്ചു. അച്ഛൻ്റെ കൈകൊണ്ട് അവസാനമായി തന്നതാണ് ഈ കണ്ണട. ആണുങ്ങൾ വയ്ക്കുന്ന തരം കറുത്ത ഫ്രെയിമുള്ള കണ്ണട. അങ്ങനെ ആലോചിച്ചാൽ ഈ തോളത്ത് തൂങ്ങുന്ന ഹാൻഡ് ബാഗും അച്ഛൻ കൊണ്ടുവന്ന് തന്നതാണ്. തുറന്നു വെച്ചാൽ പാട്ട് പാടുന്ന ഭംഗിയുള്ള ബാഗ്. ഡോക്ടറാകാൻ പോകുന്ന മകൾക്ക് വേണ്ടി പ്രത്യേകം കൊണ്ടുവന്നതായിരുന്നു അതും. ഇവിടെ എങ്ങും വേറെ ആർക്കും കണ്ടിട്ടില്ല അത്തരം ബാഗ്. ഹോസ്റ്റലിൽ എത്ര കാലത്തേക്ക് അതൊരു പ്രദർശന വസ്തുവായിരുന്നു. അച്ഛൻ്റെ മനസ്സ് എന്നും കുട്ടിയുടേതായി ആയിരുന്നിരിക്കണം. കണ്ടാൽ കൗതുകമുള്ള യാതൊരു ഉപയോഗവുമില്ലാത്ത എത്ര സാധനങ്ങളാണ് വീട്ടിൽ കൊണ്ടുവന്ന് നിറയ്ക്കാറ്. പണത്തിൻ്റെ വില അറിഞ്ഞുകൂടാ. അമ്മൂമ്മ പലപ്പോഴും പിറുപിറുക്കുന്നത് കേട്ടിട്ടുണ്ട്. 3 കൊല്ലം കൂടുമ്പോൾ മാത്രം മക്കളെ കാണാൻ കിട്ടുന്ന ഒരച്ഛന് വാത്സല്യം കാണിക്കാൻ ഇതല്ലാതെ എന്താണ് വഴി? അല്ലെങ്കിലും അച്ഛൻ പണം കരുതി വയ്ക്കാൻ മെനക്കെടുന്ന മനുഷ്യനായിരുന്നില്ലല്ലോ. അവ തന്നെയല്ലേ വലിയ മായ്ക്കും മറ്റും അദ്ദേഹത്തിനോട് ദേഷ്യത്തിനും കാരണം. അച്ഛൻ്റെ ദൂരത്തിന് മക്കൾ അനുഭവിക്കട്ടെ. ഇത്രയും കാലം ഇങ്ങനെ ദൂരെ പോയിരുന്നിട്ട് അതിന് കാണിക്കാൻ എന്താണുള്ളത്? എത്ര ആൾക്കാർ പോണു? ഒരു 10 കൊല്ലം കൊണ്ട് 2 തലമുറയ്ക്ക് കഴിയാനുള്ളത് സമ്പാദിച്ച് മടങ്ങി വരും. ഇത് എത്ര കാലം തിന്നു അവിടുത്തെ പൊടി? എന്നിട്ടെന്താ? പെട്ടെന്ന് ഞങ്ങൾ മരിച്ചപ്പോൾ മക്കൾക്ക് പഠിക്കാൻ ആരാനോടും ചോദിക്കേണ്ടി വന്നു. അമ്മായി തരം കിട്ടുമ്പോഴൊക്കെ ഇറക്കുന്ന പ്രസംഗമാണ് ഇത്. വാസ്തവം. അവരുടെ രൂപയാണ് മേടിച്ചത്. അതിലെന്തിരിക്കുന്നു പറയാൻ? ഇരിക്കുന്ന വീട് പണയം എഴുതി വാങ്ങിച്ചിട്ടാണ് രൂപ തന്നത്. അല്ലാതെ ഭർത്താവിൻ്റെ മരുമക്കൾ നന്നായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചൊന്നുമല്ല. അതും അനിയനെ അയക്കാൻ ചോദിച്ചപ്പോഴേ അവർ തന്നുള്ളൂ. അവരുടെ തങ്കത്തിന് വേണ്ടി ഒരു കണ്ണു വെച്ചിട്ടായിരിക്കും. ഏതായാലും അത് സമ്മതിക്കരുത്. അവരുടെ അവസാനത്തെ പൈസയും കണക്ക് തീർത്തു കൊടുക്കണം. എങ്ങനെ കൊടുക്കാനാണ്? 75 രൂപ മാസം സ്റ്റൈപ്പൻഡ് പറ്റുന്ന ഹൗസ് സർജൻ ആകാൻ പോവുകയാണ്. ഇതും കൂടി കഴിഞ്ഞാലേ ഡോക്ടർ എന്ന് ശരിക്കും പറയാൻ തന്നെ പാടുള്ളൂ. 75 രൂപ അതുകൊണ്ട് എന്തെങ്കിലും ആവുമോ? ഈ 5 കൊല്ലം മാസം 100, 150 ചിലവഴിച്ചാണ് പഠിച്ചത്. വീട്ടിൽ പണത്തിൻ്റെ കാര്യം ഇത്ര കുഴപ്പത്തിലാണെന്ന് ഈ അവധിക്കാണ് ശരിക്കറിഞ്ഞത്. അച്ഛൻ്റെ ദൂർത്തിൻ്റെ ഫലം. മാസം 10,000 രൂപ കിട്ടിയിരുന്നതല്ലേ ദൂർത്ത്. അമ്മായിയുടെ വാക്കാണത്. ഭാര്യ മരിച്ചു വിദേശത്ത് കിടന്നലയേണ്ടി വന്ന അദ്ദേഹം അറബി സ്ത്രീകളെ സ്വീകരിച്ചിരുന്നു എന്നതാണ് തെറ്റ്. അദ്ദേഹം കുടിക്കുമായിരുന്നു അത്രേ. ഈയിടെ കിട്ടിയ അറിവാണ്. കുറ്റം കണ്ടുപിടിക്കാൻ വരുന്ന ഒരു കൂട്ടർ. കടലിനക്കരെ ഇത്രയും ദൂരെ തനിച്ച് ഇവരെ ആരെയെങ്കിലും കൊണ്ടിട്ട് നോക്കണം. അപ്പോൾ കാണാം. എനിക്ക് പാട്ട് പാടുന്ന ഹാൻഡ് ബാഗും സൂചി പോലത്തെ മടമ്പുള്ള ഷൂസും കൊണ്ടുവന്ന് തന്ന അച്ഛ. വണ്ടി നീങ്ങാൻ സമയത്ത് കണ്ണട മുഖത്തു നിന്നൂരി എൻ്റെ കയ്യിലേക്ക് നീട്ടിയ അച്ഛ. ഞാൻ അങ്ങയെ ആദരിക്കുന്നു. അങ്ങ് കുടിച്ചാലും പേർഷ്യൻ പെണ്ണുങ്ങളുടെ ഒരു അന്തപുരം തന്നെ അവിടെ ഉണ്ടാക്കിയിരുന്നെങ്കിലും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. തീവണ്ടി ഒരു പാലത്തിന്മേൽ കയറി ഗർജിച്ചു കൊണ്ടിറങ്ങി. സ്റ്റേഷനടുത്തു. പേരെഴുതിയ പലക പതുക്കെ കടന്നുപോയി. ഓ, ഇത്രയായോ? സ്റ്റേഷൻ്റെ പേർ വായിച്ചുകൊണ്ട് വിമല ഓർമ്മിച്ചു. ഇവിടെ എക്സ്പ്രസ് നിൽക്കില്ല. അടുത്ത സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. മിനി വരില്ലേ? വരാതിരുന്നാൽ? അവൾ വാച്ച് നോക്കി. അവിടെ എത്തുമ്പോൾ എങ്ങനെയും മണി 6 ആകും. പുറത്തേക്ക് കിടക്കുമ്പോഴേക്കും ഇരുട്ടാവും. ആരും വരാതെ തനിച്ചായാൽ? ഉണ്ണിയെ കൂടെ കൊണ്ടുവരാമായിരുന്നു. എന്നാൽ പിന്നെ തനിയെ കിടന്ന് ചുറ്റാതെ കഴിഞ്ഞേനെ. ഓ, മിനി വരാതിരിക്കില്ല. പണ്ടത്തെ മിനി തന്നെ ആണോ? എന്താ ഇപ്പോഴും? ഒരു തേർട്ടയെയോ ചെവിപ്പാമ്പിനെയോ കണ്ടാൽ തലവേദന വരുന്ന മിനി. അപമര്യാദയായിട്ട് ഒരു വാക്കു കേട്ടാൽ ബോധം കെടാറുള്ള മിനി. 5 കൊല്ലം, 5 നീണ്ട കൊല്ലങ്ങൾ കഴിഞ്ഞു പോയി. അവൾ മാറാതിരിക്കുമോ? തൻ്റെ എഴുത്ത് കിട്ടിയപ്പോൾ അവൾക്ക് ഓർമ്മ വന്ന് കാണില്ലേ? 4 കൊല്ലം കൂടിയിട്ട് എഴുതിയതാണ്. ആരാണെന്ന് മനസ്സിലായി കാണില്ലേ?
എഴുത്തിന് മിനിയുടെ മറുപടി വരാൻ കാക്കാൻ കൂടി സമയമില്ലാതെ ഇത്ര പെട്ടെന്ന് പുറപ്പെടേണ്ടി വന്നതാണ് തെറ്റിയത്. താമസത്തിന് വല്ല സൗകര്യവും മിനി ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ ആവോ? അവരുടെ വീട് ടൗണിൽ നിന്ന് 2-3 മൈൽ ദൂരെയാണ്. അവ നന്നായി. അവിടെ താമസിക്കാൻ പറഞ്ഞാൽ ഒരുപാട് ദൂരമുണ്ട് ആശുപത്രിയിൽ പോകാൻ എന്ന് പറഞ്ഞ് ഒഴിയാമല്ലോ. പിന്നെ നിർബന്ധിക്കില്ലല്ലോ. മിനിയുടെ സ്വഭാവത്തിന് മിനി പറഞ്ഞു നോക്കാതിരിക്കില്ല. ഏതായാലും അത് സാധ്യമല്ല. എവിടെ താമസിക്കണമെന്ന പ്രശ്നം ഇനിയും കിടക്കുന്നതേയുള്ളൂ. YWCയെ കാണാതിരിക്കുമോ? വേറെങ്ങും പറ്റിയില്ലെങ്കിൽ അവിടെ കൂടുക. ആശുപത്രിക്ക് അടുത്താണോ എന്തോ? അവിടുത്തെ ചെലവ് 75 രൂപയാണ് മാസം കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് മതിയാക്കണം. ഇനിയും വീട്ടിലേക്ക് പണത്തിന് എഴുതുകയോ? നന്നായി. ഉണ്ണിക്കും കൂടി പണം അയക്കേണ്ടി വരില്ലേ ഇനി? ഒരവസാനം വേണ്ട ഇതിന്. ഓ, വണ്ടി നിൽക്കാൻ പോവുകയാണോ? ഇത്ര വേഗമായോ? അവൾ വാതിൽക്കൽ നിന്ന് നീങ്ങി. സീറ്റിനടിയിൽ നിന്ന് പെട്ടി വലിച്ച് വാതിലിനടുത്തേക്ക് നീക്കി. കിടക്കയും. സ്റ്റേഷനിൽ എത്ര സമയം താമസമുണ്ടെന്ന് അറിഞ്ഞുകൂടല്ലോ. വണ്ടി നിന്നു. അവൾ ഇറങ്ങി പോർട്ടറെ വിളിച്ച് സാമാനങ്ങൾ ഇറക്കി. ഇത്രയും കഴിഞ്ഞാണ് ചുറ്റും ശരിക്കൊന്ന് നോക്കിയത്. വളരെ അധികം ആൾ ഇറങ്ങുന്നുണ്ട്. ആ തിരക്കിനിടയിൽ അവളുടെ കണ്ണുകൾ മിനിയുടെ വെളുത്തു നീണ്ട രൂപം തിരഞ്ഞു. പോർട്ടർ അവരുടെ പൊതുസ്വഭാവം അനുസരിച്ച് അവളെ പെട്ടിക്ക് കാവലാക്കി 5 മിനിറ്റിനകം വന്നേക്കാമെന്ന് പറഞ്ഞ് തിരക്കിനിടയിലേക്ക് മറഞ്ഞു. വേറെയും 3 ആളുകളുടെ സാമാനം ഇതുപോലെ ഇറക്കി വെച്ച് കാണും അയാൾ. മിനി വന്നിട്ടില്ലേ? പ്ലാറ്റ്ഫോമിൽ തിരക്കൊഴിഞ്ഞു തുടങ്ങി. ഇതൊരു വിഷമമായല്ലോ. ഡോക്ടർ വിമലയല്ലേ? ചൊടിയുള്ള ഒച്ചയിൽ പിന്നിൽ നിന്ന് ഒരു ചോദ്യം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. 10-16 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സുന്ദരി പെൺകുട്ടി അവിടെ നിന്ന് ചിരിക്കുന്നു. അതെ. ആളെ മനസ്സിലായില്ലെങ്കിലും അവൾ പറഞ്ഞു. മിനി ചേച്ചി പറഞ്ഞിട്ട് വന്നതാണ്. ചേച്ചി തലവേദനയായിട്ട് കിടക്കുന്നു. വിളിച്ചുകൊണ്ട് ചെല്ലാൻ എന്നെ പറഞ്ഞയച്ചതാണ്. മിനിയുടെ ഇളയ അനിയത്തി രതി. ഓ, രതിയാണോ? അവൾ ചിരിച്ചു പറഞ്ഞു. ഫോട്ടോ കണ്ടിട്ടുണ്ട്. അന്ന് പാവാടയും ബ്ലൗസുമായിരുന്നു. അതിൽ എത്രയോ വലിയ തമാശയുള്ളതുപോലെ രതി പൊട്ടിച്ചിരിച്ചു. ഇതാണ് രതി, മിനി എപ്പോഴും പറയാറുള്ള കൊച്ചനിയത്തി. വെളുത്താണ്, എങ്കിലും മിനിയുടെ നിറമല്ല. ചുരുണ്ട തലമുടി 2ആയി പിഞ്ഞി ഒന്നെടുത്ത് മുമ്പിലേക്ക് ഇട്ടിരിക്കുന്നു. പച്ചിലയും പൂവും കായും എല്ലാം കൂടി കുറെ ഒടിച്ച് തലയിൽ തിരുകിയിട്ടുണ്ട്. നിറങ്ങളുടെ ഒരു കോലാഹലമാണ് സാരിയും ബ്ലൗസും കൂടി. മഴവിലിൻ്റെ 7 അഴകും ഉണ്ടവിടെ. കുട്ടിത്തം വിട്ടിട്ടില്ലാത്ത മുഖത്ത് കുസൃതിയും പ്രസരിപ്പും തുളുമ്പി നിൽക്കുന്നു. പോർട്ടർ വന്ന് സാമാനമെടുത്തു. അവർ കൂടെ നീങ്ങി. രതിയുടെ ഒപ്പം കണ്ടാൽ ശമ്പളക്കാരനെന്ന് തോന്നിക്കുന്ന വേറൊരു മനുഷ്യനും കൂടിയുണ്ട്. വാതിൽക്കൽ നിന്ന ചെക്കർ ടിക്കറ്റിന് കൈനീട്ടി. വിമല ബാഗിൽ തപ്പി എടുത്തു കൊടുത്തു. തിരക്ക് കഴിഞ്ഞിരുന്നു വാതിൽക്കൽ. ചെക്കർ രതിയുടെ നേരെയും കൈനീട്ടി. ഞങ്ങൾ വണ്ടി ഇറങ്ങി വരുന്നവരല്ല, രതി പറഞ്ഞു. പ്ലാറ്റ്ഫോം ടിക്കറ്റ്? വണ്ടി വന്നു കഴിഞ്ഞാനെത്തിയത്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് മേടിക്കാൻ സമയമില്ലായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സുകാരുടെ വഴിയിൽ കൂടെയാണ് കടന്നത്. ടിക്കറ്റിൻ്റെ അണ മതിയെങ്കിൽ തരാം. വേണ്ട, ഇത്തവണ പോട്ടെ. ഇനി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ആരെങ്കിലും വിളിക്കാൻ വരികയാണെങ്കിൽ വണ്ടി എത്തുന്നതിന് മുമ്പ് നേരത്തെ പോരണം. പ്ലാറ്റ്ഫോം ടിക്കറ്റ് വാങ്ങുകയും വേണം. അയാൾ ചിരിച്ചു. അവൾ കണ്ടാൽ നല്ലതായിരുന്നില്ലെങ്കിൽ അയാൾ ഇങ്ങനെ ആയിരിക്കുമോ സംസാരിക്കുക? പുറത്ത് കടന്നു പോർട്ടർ സാമാനവും കൊണ്ട് തിരിഞ്ഞു നിന്നു. കാറിലേക്ക് വെച്ചേക്കൂ, രതി പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന മനുഷ്യൻ കാറിൻ്റെ പിന്നിലെ കതക് പൊക്കിക്കൊടുത്തു. പോർട്ടർ സാമാനം അതിനുള്ളിലേക്ക് വെച്ചു. വണ്ടിക്കുള്ളിൽ മഞ്ഞുപോലെ വെളുത്ത ഒരു പട്ടിക്കുട്ടി കിടന്ന് കുരച്ചു. ലഹളം കൂട്ടുന്നു. വിമല കൂലി കൊടുത്തുകൊണ്ട് നിന്നപ്പോൾ രതി വാതിൽ തുറന്നു പട്ടിക്കുട്ടിയെ കയ്യിലെടുത്തു. അതിൻ്റെ കരച്ചിൽ മാറി. അവർ കയറി. പട്ടിക്കുട്ടി രതിയുടെ മടിയിൽ ചുരുണ്ടുകൂടി. നിറച്ചു രോമമായി ചെവി മടങ്ങി തൂങ്ങിയ കൗതുകമുള്ള പട്ടിക്കുട്ടി. ഞാൻ വാതിലൊക്കെ അടച്ച് ചില്ലും പൊക്കി ഭദ്രമാക്കിയാണ് വന്നത്, വിട്ടു ചാടി പോകാതിരിക്കാൻ. മഹാകുറുമ്പനാണവൻ. മിനിക്ക് കാറുള്ളതായി കേട്ടിട്ടില്ല അന്നൊന്നും. ഇതവരുടെ സ്വന്തമാണോ അതോ ടാക്സിയോ? ടാക്സിയാണെങ്കിൽ അങ്ങനെയൊരു പണച്ചെലവ് കൂടി വരുത്തി മിനിക്ക് ടാക്സിയുടെ ചാർജ് കൊടുത്താൽ മിനി വാങ്ങുമോ? ടൗൺ കഴിഞ്ഞു. പാടത്തിൻ്റെ നറുക്കു കൂടിയായി യാത്ര. രതി വായ തോരാതെ ഓരോന്ന് പറയുന്നുണ്ട്. കയറ്റം കയറുകയാണ് വണ്ടി. കുന്നും തോപ്പുകളും. വിമല ചേച്ചി ഒരാണായിരുന്നെങ്കിൽ സിനിമയ്ക്ക് പറ്റിയ റൊമാൻസ് ആക്കാമായിരുന്നു ഇത്. പെൺകുട്ടിയുടെ ചേട്ടൻ്റെ കൂട്ടുകാരൻ ഡോക്ടർ, ചെറുപ്പക്കാരൻ. പാസ്സായി ഇറങ്ങിയ വഴി. പെൺകുട്ടിയും ചെറുപ്പം കണ്ടാൽ വലിയ മോശമല്ല. പോരെങ്കിൽ പട്ടിക്കുട്ടിയും. ഇനി ഒരു ഡ്യുവറ്റ് കൂടി പാടിയാൽ ശരിയായി. മുൻസീറ്റിലായിരിക്കണം. ഈ പരമേശ്വരൻ നായർ പാടില്ല അവിടെ. ഡ്രൈവർ തല തിരിച്ചു നോക്കി ചിരിച്ചു. ചേച്ചിക്ക് കാർ ഓടിക്കാൻ അറിയുമോ? രതി തുടർന്നു. ഇല്ല. എൻ്റെ ചെറുപ്പക്കാരൻ ഡോക്ടർക്ക് കാർ ഓടിക്കാൻ അറിയണം. 2 പേർ മാത്രം കാറിൽ, മുൻസീറ്റിൽ. ഡോക്ടറുടെ സ്റ്റിയറിംഗിൽ വെച്ച കൈ വിരലുകൾക്കിടയിൽ സിഗരറ്റ് പുകയണം. പുകയുന്ന സിഗരറ്റ് വലിക്കാൻ മറന്ന് അയാൾ പാടണം. കൂടെ പെൺകുട്ടിയും. പാട്ടും പാടി സിഗരറ്റും വലിച്ച് ഓടിച്ചാൽ വണ്ടി വല്ല കുണ്ടിൽ പോയി ചാടിയാലോ? ഡ്രൈവർ തല തിരിക്കാതെ ചോദിച്ചു. ഈ പരമേശ്വരൻ നായർക്ക് ഒരു വസ്തു അറിയില്ല. സിനിമ കണ്ടിട്ടില്ലേ? ഞങ്ങൾ അങ്ങനെ പാട്ടുപാടി വരുമ്പോൾ വഴിയിലെ മറ്റു വാഹനങ്ങൾ മാറി നിന്നു തരും.
കുണ്ടുകൾ തന്നെത്താൻ നിറയും, കുന്നുകൾ നിരപ്പാവും. അത്രയ്ക്ക് ശക്തിയുണ്ട് ആ പാട്ടിന്. പരമേശ്വരൻ നായർ എന്തറിഞ്ഞു? അവർ എല്ലാവരും കൂടി ചിരിച്ചു. കുന്നിൻ്റെ മുകളിൽ ഒരു വലിയ വീടിൻ്റെ പടിക്കലായി കുറ്റിയിടാത്ത പടി. കാറിൻ്റെ മുഖപ്പ് കൊണ്ട് തന്നെ തുറന്ന് അകത്തു കടന്നു. പൂമുഖത്തിൻ്റെ വാതിൽക്കൽ വണ്ടി ചെന്ന് നിന്നു. പട്ടിക്കുട്ടി കലശലായി കുരച്ചു. രതി അതിനെയും കൊണ്ട് ചാടിയിറങ്ങി ചവിട്ടുകൾ കയറി അകത്തേക്കോടി. കൊച്ചേച്ചി എന്നുറക്കെ വിളിച്ചുകൊണ്ട്. വിമല കാറിൽ തന്നെ ഇരുന്നു. ആ രതി ഓടി എങ്ങോട്ടുമാണ് പോയത്? എന്തൊരു പൊട്ടിത്തെറിച്ച പെൺകുട്ടി! വേറൊരു ചെറുപ്പക്കാരി അകത്തു നിന്നിറങ്ങി വന്നു. മിനിയുടെ മറ്റേ അനിയത്തിയായിരിക്കും. ചായയുണ്ട്. വിമല ഇറങ്ങാത്തതെന്താ? ചേച്ചി ഇപ്പോൾ വരും. രതി വിളിക്കാൻ പോയിട്ടുണ്ട്. തലവേദനയാണെന്നല്ലേ പറഞ്ഞത്? വിളിക്കണ്ടായിരുന്നു. വന്നാൽ വിളിക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ചിരുന്നതാണ്. മരുന്ന് കഴിച്ച് കിടക്കുകയാണ്, മാറിയിട്ടുണ്ടാവും. അപ്പോഴേക്കും രതി ഒരു കൊടുങ്കാറ്റ് പോലെ മുറ്റത്തുകൂടി പാഞ്ഞു വന്നു. വിമല ചേച്ചി കയറിപ്പോയിക്കോളൂ, സാമാനമൊക്കെ ഞാൻ എടുപ്പിച്ചു വെച്ചോളാം. വരൂ, മിനിയുടെ മൂത്ത അനിയത്തി മുകളിൽ നിന്ന് വിളിച്ചു. ഈ അനിയത്തിയുടെ പേരെന്താണ്? ഓർമ്മ കിട്ടുന്നില്ല. അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി. പരമേശ്വരൻ നായർക്ക് പോകേണ്ടതല്ലേ? ആ രാമൻ നായരെ വിളിച്ചിട്ട് കാണുന്നില്ല. നമ്മൾ തന്നെത്താൻ പിടിച്ചിറക്കിയാൽ കാര്യം നടക്കും. ദേ അറ്റം പൊക്കിക്കോളൂ, ഞാൻ ഇവിടെ പിടിക്കാം. പിന്നിൽ നിന്ന് രതിയുടെ ഒച്ച കേട്ടു. പിന്നെ ഒരു പൊട്ടിച്ചിരിയും. അവർ പൂമുഖത്ത് നിന്ന് ഇടനാഴിയിലേക്ക് കടന്നു. അപ്പോഴേക്കും മിനി വന്നു. തലവേദനയായിട്ട് ഇറങ്ങി വന്നത് എന്തിനാണ്? വിമല ചോദിച്ചു. മാറി 2 ആസ്പ്രോ കഴിച്ചു, മിനി പറഞ്ഞു. ഗുളിക എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ല. ഓഹോ, ഡോക്ടർ വിമലായിട്ടാണല്ലോ പുറപ്പാട്. ആസ്പിരിൻ ചെന്നാൽ ഹാർട്ട് വീക്കാവോ അല്ലേ? അവൾ ചിരിച്ചു. ദേവു കാപ്പി. മിനി അനിയത്തിയുടെ നേരെ തിരിഞ്ഞു. ദേ ഇപ്പോൾ കൂട്ടിക്കൊണ്ടുവരാം. ദേവു പോയി. വിമല വരൂ, നമുക്ക് മുകളിലേക്ക് പോകാം. അവർ കയറ്റുപായിട്ട വീതിയുള്ള കോണിപ്പടി കയറി. മിനിയെപ്പോലെ തന്നെയാണ് മിനിയുടെ മുറി. ഒരു അഴുക്കോ പൊടിയോ ഇല്ല. കിടക്കയ്ക്ക് തൂവെള്ള വിരിപ്പ്. മേശപ്പുറം കണ്ണാടി പോലെ മിന്നുന്നു. മിനിയെ പിടിച്ചു കിടത്തി വിമല കട്ടിലിൽ അടുത്ത് തന്നെ ഇരുന്നു. കൂടെ പഠിച്ചവരെ പറ്റി കുശല പ്രശ്നങ്ങളായി. 5 കൊല്ലക്കാലം ശാന്തയും ഇന്ദിരയും കല്യാണം കഴിച്ചു. സുശീലയമ്മ ക്യൂംസിയിൽ ലെക്ചററാണ്. ഫാത്തിമ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു. 3rd ഇയറിൽ നിന്ന് കയറിയിട്ടില്ല, തോറ്റുകിടക്കുകയാണ്. മേരി ലോ പാസ്സായി. അന്നപൂർണയും സുശീലയും സ്കൂളിൽ പഠിപ്പിക്കുന്നു. പഴയ വർത്തമാനം പറഞ്ഞു തീരുന്നതിന് മുമ്പ് ട്രേയുമായി ദേവു കയറി വന്നു. ചൂട് കാപ്പിയും ഉപ്പുമാവും. കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രതി വന്നു. ചേട്ടൻ കാണാൻ ധൃതി പിടിച്ചിരിക്കുകയാണ്. വന്നുവെന്ന് ഞാൻ ചെന്ന് പറഞ്ഞു. കാപ്പി കുടിക്കട്ടെ? മിനിയാണ് മറുപടി പറഞ്ഞത്. വിമല കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റു. ചായപ്പിൽ വെള്ളമുണ്ട്, ദേവു പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞ് 4 പേരും കൂടി താഴത്തേക്ക് ചെന്നു. കോണി ഇറങ്ങുന്ന തളത്തിലേക്ക് വാതിലായി 3 മുറികളുണ്ട്. വടക്കേതിൻ്റെ വാതിൽക്കൽ രതി തട്ടി. അകത്തു നിന്ന് വരാൻ പറഞ്ഞു. നിലം വരെ താണുകിടക്കുന്ന വിരിപ്പിട്ട മേശയ്ക്ക് പിന്നിൽ പൊക്കം കുറഞ്ഞ കസേരയിൽ ഒരു മനുഷ്യനിരിപ്പുണ്ട്. മിനിയുടെ ചേട്ടനാണെന്ന് പറയാതെ അറിയാം. ആ കുറച്ചു പുറത്തേക്കുന്തിയ വലിയ കണ്ണുകളിലോ നേർത്ത ചുണ്ടിലോ എവിടെയൊക്കെയോ ഉണ്ട് ഛായ. മേശയും വിരിയും കാരണം അരയ്ക്ക് മുകളിൽ മാത്രമേ കാണാൻ സാധിക്കൂ. അതായിരിക്കണം ഉദ്ദേശവും. മേശവരിക്ക് പിന്നിൽ അയാളുടെ കാലുകൾ. അയാൾ ഒരിക്കലും ശരിക്കും നടന്നിട്ടില്ല എന്നാണ് മിനി പറഞ്ഞിട്ടുള്ളത്. നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പോളിയോ പിടിച്ച് കാലുകൾ തളർന്നു. ഈ പുസ്തകങ്ങളുടെ നടുക്ക് ഇപ്പോൾ ഇങ്ങനെ അയാൾ. മേശപ്പുറം നിറയെ പുസ്തകങ്ങളാണ്. ചേട്ടാ, ദേ വിമലേച്ചിയെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നേ. രതി പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. അയാൾ ചിരിച്ചു. ഇരിക്കൂ. അവളും മിനിയും ഇരുന്നു. 2 കസേരയേ ഉണ്ടായിരുന്നുള്ളൂ. രതി ഒരു വശത്ത് കിടന്ന കട്ടിലിൽ ഇരിപ്പ് പിടിച്ചു. ദേവു നിന്നു. സ്റ്റേഷനിൽ നിന്ന് ഇവിടം വരെ രതിയുടെ രാത്രി സഹിക്കേണ്ടി വന്നു അല്ലേ? തലവേദന വരുന്നതിൻ്റെ കാരണം വാസ്തവത്തിൽ വിമല ചേച്ചിക്ക് ബോറടിച്ചില്ലല്ലോ? ഉവ്വോ. അയാൾ നിർത്തുന്നതിന് മുമ്പ് രതി തുടങ്ങി. ഇവരൊക്കെ എന്നെ വെറുതെ ഓരോന്ന് പറയുകയാണ്. ഇല്ല, വിമല പറഞ്ഞു. കേട്ടോ? രതിക്ക് ഉത്സാഹമായി. ബോറടി സഹിച്ച ആളല്ലേ അത് പറയേണ്ടത്. വിമല ചേച്ചിക്ക് ബോറടിച്ചില്ലെങ്കിൽ അത് രതിയെ മുഷിപ്പിക്കേണ്ടെന്ന് വെച്ച് പറഞ്ഞതാവും. അയാൾ ആ കുട്ടിയെ വെറുതെ വിടുന്ന ലക്ഷണമല്ല. പിന്നെ ഞങ്ങൾ എന്ത് രസിച്ചു. സിനിമ കളിക്കുകയായിരുന്നു ഇവിടെ എത്തുന്നത് വരെ. സിനിമ കളി എന്നൊരു കളിയുണ്ടോ? അതെന്താ? മിനി ചോദിച്ചു. പറയില്ല. വിമല ചേച്ചി പറയല്ലേ? എല്ലാവരും ചിരിച്ചു. എത്ര കാലത്തേക്കുണ്ട് ഇവിടെ ഹൗസ് സർജൻഷിപ്പ്? ചേട്ടൻ ചോദിച്ചു. 1 കൊല്ലത്തേക്ക്. ഇതും കൂടി കഴിഞ്ഞേ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടുകയുള്ളൂ അല്ലേ? അതെ. ഏത് വിഷയത്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? സ്ത്രീകളുടെ സുഖക്കേടുകൾ. ഇനിയിപ്പോൾ സ്ത്രീകളുടെ രോഗങ്ങളെ പറ്റി ആവുമായിരിക്കും. വീട്ടിൽ നിന്ന് എപ്പോൾ തിരിച്ചു? ഓ, വേറെ വഴിക്കായി ചോദ്യം. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് തിരിച്ചതാണ്. അവിടെ റെയിൽവേ സ്റ്റേഷനുണ്ടോ? ഞങ്ങളുടെ അവിടെയില്ല. വണ്ടി ഇറങ്ങി പിന്നെയും 8-10 മൈൽ പോകണം. ബസ്സുണ്ടായിരിക്കല്ലേ? ബസ് ഇറങ്ങിയിട്ട് നടക്കണം കുറേ. ഞാൻ പോയി വിളക്ക് കത്തിക്കട്ടെ. ദേവു പതുക്കെ മുറിയിൽ നിന്നിറങ്ങി. അത്രയും നേരം ഒന്നും മിണ്ടാതെ കട്ടിലിൻ്റെ കാൽക്കൽ ചാരി നിൽക്കുകയായിരുന്നു.
അവൾ പോയത് ആരും ശ്രദ്ധിച്ചില്ല. മിസ് വിമലയ്ക്ക് എന്ന് ഡ്യൂട്ടി ജോയിൻ ചെയ്യണം? ഓ, തീർന്നില്ല ചോദ്യങ്ങൾ. നാളെ തന്നെ വേണം. മിനി, ഹോസ്റ്റലിൻ്റെ കാര്യമൊക്കെ ശരിയായിട്ടില്ലേ? ഉവ്, എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇവിടെ താമസിക്കാമെന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ. ചേട്ടൻ തുടർന്നു. അപ്പോഴാണ് ദൂരത്തിൻ്റെ കാര്യം ആലോചിച്ചത്. 3-4 മൈൽ ദിവസവും ബസ്സിൽ പോവുക എന്ന് വെച്ചാൽ വലിയ മെനക്കേടാണല്ലോ. ആശുപത്രിക്കടുത്ത് എവിടെയെങ്കിലും താമസിക്കുന്നതാണ് സൗകര്യം. YWCAയിൽ ആണ് അല്ലേ മിനി? വേറെ ഹോസ്റ്റലിലൊന്നും സ്ഥലമില്ല. അതെ, മിനി പറഞ്ഞു. തല മുഴുവൻ നരച്ച ഒരു മനുഷ്യൻ അകത്തേക്ക് കയറി വന്നു. ഷർട്ടില്ല, 2-ാം മുണ്ട് തോളത്ത് കൂടി മടക്കി ഇട്ടിരിക്കുന്നു. അമ്പലത്തിൽ നിന്ന് മടങ്ങി വരുന്നതായിരിക്കണം. ഭസ്മവും ചന്ദനവും നിറച്ച് തൊട്ടിട്ടുണ്ട്. ചേട്ടൻ ഒഴിച്ച് എല്ലാവരും എഴുന്നേറ്റു. അച്ഛനാണ്, മിനി പതുക്കെ പറഞ്ഞു. രാഘവ, ഇത് രാജൻ നിനക്ക് തരാൻ പറഞ്ഞു തന്നതാണ്. അദ്ദേഹം ഒരു തടിയൻ പുസ്തകം മേശപ്പുറത്ത് വെച്ചു. അവനിന്ന് ഇങ്ങോട്ട് വരില്ലേ? ചേട്ടൻ ചോദിച്ചു. എവിടെയോ മീറ്റിങ്ങിന് പോവാത്രേ. ഈ പടിക്കൽ വെച്ചാണ് തന്നത്. കയറി വന്നാൽ താമസിക്കുമെന്ന് പറഞ്ഞു. അച്ഛാ, വല്യച്ചിയുടെ കൂട്ടുകാരിയാണത്. ഞാൻ വിളിക്കാൻ പോയിരുന്നില്ലേ? രതി തുടങ്ങി. പിറ്റേ ദിവസം കാലത്ത് തലേന്നാളത്തെ കാറ് പിന്നെയും പടിക്കലെത്തി. വിമല ചേട്ടനോട് യാത്ര പറഞ്ഞിറങ്ങി. മിനിയുടെ അച്ഛൻ വാതിൽക്കൽ വരെ വന്നു. ദേവുവും മിനിയും രതിയും കൂടെ ചെന്നു. ഹോസ്റ്റലിൽ ഇറങ്ങി സാമാനമൊക്കെ എടുത്തു വെപ്പിച്ചു. മുറിയിൽ നിന്ന് നോക്കിയാൽ കാണാം ആശുപത്രി. അവളെ അവിടെ കൊണ്ടുചെന്നാക്കിയിട്ടേ അവർ തിരിച്ചു പോയുള്ളൂ. അതും അടുത്ത ഞായറാഴ്ച കാറും കൊണ്ട് വരും, തയ്യാറായി ഇരുന്നോളണം എന്ന് ചട്ടം കെട്ടി ഉറപ്പിച്ചിട്ട്. ചേട്ടൻ്റെ മുറിയിൽ നിന്ന് ട്രേയും ഒഴിഞ്ഞ പാത്രങ്ങളുമായി ദേവു ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. അകത്ത് പൊട്ടിച്ചിരിയുടെ അലകൾ മുഴങ്ങുകയാണ്. തളം കഴിഞ്ഞു പോന്നിട്ടും ദേവു ഓർത്തോർത്ത് ചിരിച്ചു. എന്തൊരു കുസൃതിയാണ് ആ പെണ്ണ്. രാജൻ ചേട്ടനെയും അനിച്ചേട്ടനെയും ഒക്കെ അനുകരിക്കുകയാണ് അവിടെ. മറ്റവരൊന്നും വരാതിരിക്കുകയാണ് വാസ്തവത്തിൽ നല്ലത്. ഇവർ 2 പേര് മാത്രമേ ഉള്ളൂ എങ്കിൽ കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ട്. ആ ഭാസ്കരനും കൂട്ടുകാരും ഒക്കെ ഉണ്ടെങ്കിൽ രതി ഇങ്ങനെ കളിക്കാൻ ചെല്ലില്ല. അനിച്ചേട്ടനെ ആരും കണക്കിൽ കൂട്ടിയിട്ടില്ല. പിന്നെ രാജൻ ചേട്ടൻ്റെ അടുത്ത് മിനിക്ക് കൂടി ഇല്ല ഗൗരവം. വേറെ ആര് പറഞ്ഞാലും കൂട്ടാക്കാത്ത മിനി രാജൻ ചേട്ടൻ പറഞ്ഞാൽ പാടും. ഇവർ 2 പേരും ഇല്ലാതിരുന്നാൽ അത് ആലോചിക്കാൻ വയ്യ. പരസഹായം കൂടാതെ അനങ്ങാൻ വയ്യാത്ത ചേട്ടൻ. പകൽ മുഴുവൻ ഒറ്റയ്ക്കിരുന്ന് എന്ത് ചെയ്യുമായിരുന്നു? രാജൻ ചേട്ടനെ പോലെ മിടുക്ക്. ചേട്ടൻ്റെ തന്നെത്താൻ ഉരുട്ടാവുന്ന കസേരയുടെ പ്ലാൻ കൂടി രാജൻ ചേട്ടൻ ഉണ്ടാക്കിയതാണ്. കോളേജിലെ ജോലിയും തിരക്കും ഒക്കെ ഉണ്ടായിട്ടും എന്നും ഒരു 2-3 മണിക്കൂർ ഇവിടെ ചേട്ടൻ്റെ അടുത്തിരിക്കും. പാവം അനിച്ചേട്ടനോ? ചേട്ടൻ്റെ ആദ്യത്തെ കൂട്ടുകാരനാണ്. അനിയത്തിമാരൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ ഇവിടെ നിത്യനായിരുന്നതാണ്. അമ്മയ്ക്ക് എന്തിഷ്ടമായിരുന്നു അനിയെ. അങ്ങനെയല്ലാതെ വരുമോ? അവരുടെ സുഖക്കേടുകാരൻ മകനെ വല്ലപ്പോഴും ഒന്ന് ചിരിപ്പിക്കാനും കൂടെ കളിക്കാനും വരുന്ന കുട്ടി. മറ്റു കുട്ടികൾ സ്കൂൾ വിട്ട ഉടനെ ഗ്രൗണ്ടിലേക്ക് ഓടുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ചേരാതെ അമ്മയുടെ രഘുവിൻ്റെ കൂടെ ചതുരംഗവും കാരംസും കളിക്കാൻ നിന്ന കുട്ടി. എന്ത് കാര്യമായിട്ടാണ് അവർ അതെല്ലാം പറയാറ്? പാവം അനിച്ചേട്ടൻ. ഇപ്പോഴും വരും എന്നും. വിമലയെ കണ്ടില്ല. മണി 5 കഴിഞ്ഞു. ഞായറാഴ്ചയാണല്ലോ. ഇതിന് നേരത്തെ എത്തുന്നതാണ് സാധാരണ. അവൾ കാപ്പി കൂട്ടി പാത്രത്തിലാക്കി. കപ്പും സോസറും ഒക്കെ എടുത്തു വെച്ചു. ഒന്ന് കഴിഞ്ഞതാണ് വൈകുന്നേരം. എന്നാലും രാജൻ ചേട്ടന് എപ്പോഴും കാപ്പി കുടിക്കണം. തളത്തിൽ ആയപ്പോഴാണ് അവിടെ വാതിലും പിടിച്ച് വിമല മിണ്ടാതെ നിൽക്കുന്നു. അയ്യോ, വിമല വന്നിട്ട് ഇവിടെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണോ? ചേച്ചിയും രതിയും അകത്തുണ്ട്. ചേട്ടൻ്റെ അടുത്ത് വരൂ. എന്താ കാണാത്തത് എന്ന് പറഞ്ഞ് ഇരിക്കുകയാണവർ. വിമല വന്നിട്ട് വാസ്തവത്തിൽ 5-6 മിനിറ്റ് ആയിരുന്നു. പുറത്തെങ്ങും ആരെയും കാണാനില്ല. അകത്തുനിന്നും ചിരിയും ബഹളവും. അങ്ങോട്ട് കയറി ചെല്ലുന്നതെങ്ങനെ? ദേവിൻ്റെ പിന്നാലെ അവളെ നടന്നു. എന്നും കാണുന്ന സ്ഥലത്ത് മേശയ്ക്ക് പിന്നിൽ ചേട്ടൻ ഇരിക്കുന്നു. എതിരെ 2 കസേരയിൽ രാജനും അവർ അനി എന്ന് വിളിക്കുന്ന ആളും. രതി നിന്ന് എന്തോ പ്രസംഗമാണ്. മിനി കട്ടിലിൽ ഇരിക്കുന്നു. വിമലയും മിനിയുടെ അടുത്ത കട്ടിലിൽ കൂടി. വിമലയ്ക്കും കൂടി കാപ്പി ഇതിലുണ്ടാവുമോ ദേവു? മിനി ചോദിച്ചു. കുറച്ചുകൂടി കൊണ്ടുവരാം. ദേവു പിന്നെയും പോകാൻ എഴുന്നേറ്റു. വേണ്ട, ഞാനിപ്പോൾ കുടിച്ചതാണ്, വിമല പറഞ്ഞു. രക്ഷയില്ല. അത് സാരമില്ല, കുറച്ചുകൂടി കുടിക്കാം. പിന്നെ ഒന്നും കേൾക്കാൻ നിൽക്കാതെ ദേവു പോയി. ഈ വീട്ടിൽ ആ ദേവു മാത്രമേ എന്തെങ്കിലും പണിയെടുക്കൂ എന്നുണ്ടോ? വിമല കട്ടിലിൻ്റെ ക്രാന്തിയിലേക്ക് ചാരി. അവിടെ പ്രസംഗമോ തർക്കമോ ഒക്കെ നടക്കുകയാണ്. അതിലൊന്നും രസം തോന്നിയില്ല. ആ രാജനൊന്ന് പാടിയിരുന്നെങ്കിൽ. രാജനെ ആദ്യം കണ്ട ദിവസം 2 മാസം കഴിഞ്ഞു. ഇങ്ങോട്ട് വന്നിട്ട് ആദ്യത്തെ ഞായറാഴ്ച. അന്ന് ഈ അനി ഉണ്ടായിരുന്നില്ല. ചേട്ടൻ്റെ മേശയ്ക്ക് മുമ്പിൽ ഒരു കസേരയിലെ ആളുണ്ടായിരുന്നുള്ളൂ. അവളെ കണ്ടുകൊണ്ട് ചേട്ടൻ പറഞ്ഞു. വിമല എത്തിയോ? വരൂ. പുതിയ ആൾ തല തിരിച്ചു നോക്കി. മുടി പിന്നാക്കം ചീകി വെച്ചിരിക്കുന്നു. പരന്ന നെറ്റിക്ക് താഴെ അറ്റം തുടുത്ത വലിയ കണ്ണുകൾ. പുരികങ്ങൾ കൂട്ടിത്തൊട്ടിട്ടുണ്ടോ? ഇതെൻ്റെ ഒരു കൂട്ടുകാരനാണ്, രാജശേഖരൻ. രാജൻ. ഇതാണ് മിനിയുടെ വിമല. ചേട്ടൻ ഇംഗ്ലീഷ് മട്ടിൽ പരിചയപ്പെടുത്തി. അയാൾ കൈപിടിച്ച് കുലുക്കാൻ വരുമോ എന്നവൾ ഭയപ്പെട്ടു. ഇല്ല, ചിരിച്ചതേയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അന്നവളെ ഗവനിച്ചതേയില്ല.
ചേട്ടനും അയാളും കൂടി എന്തോ ചർച്ച ആയിരുന്നു. രതി മാത്രം കൂടെ ചേർന്ന് സംസാരിക്കുന്നുണ്ട്. അന്നും ദേവു കാപ്പിയും കൊണ്ടുവന്നു. രണ്ടാൾക്കേ കൊണ്ടുവന്നിരുന്നുള്ളൂ. അവർ സ്ത്രീകൾ അപ്പുറത്ത് പോയാണ് കുടിച്ചത്. കാപ്പി കൂടി കഴിഞ്ഞ് മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും രതി പാഞ്ഞു വന്നു. വല്യേച്ചി, വിമൽ ചേച്ചിയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? രാജൻ ചേട്ടൻ പാടാൻ പോവുകയാണ് അവിടെ. കൂട്ടുപുരുക്കവും വല്ലാത്ത കണ്ണുകളും ഉള്ള ആ മനുഷ്യൻ പാടുമെന്നോ? അയാളുടെ മുമ്പിൽ ചെന്നിരിക്കണമല്ലോ എന്നാലോചിച്ചപ്പോൾ പാട്ട് കേട്ടില്ലെങ്കിലും വേണ്ടില്ല എന്നാണ് തോന്നിയത്. പക്ഷേ രതി വിട്ടില്ല. ആ കുടുംബം മുഴുവൻ പാട്ടുകാരാണ്. മിനി പാട്ട് എടുത്താണ് BA പാസ്സായത്. ഒരു സതിരായിരിക്കും ഇപ്പോൾ അവിടെ നടക്കാൻ പോകുന്നത്. എല്ലാവരെ കൊണ്ടും ശാസ്ത്രീയ സംഗീതം ആസ്വദിക്കാൻ പറ്റുമോ? ആ പാട്ടുകാരുടെ ഇടയ്ക്ക് അവൾ മനസ്സില്ലാ മനസ്സോടെ മിനിയുടെ പിന്നാലെ പോയി. അവിടെ കാപ്പി കുടി കഴിഞ്ഞിരുന്നില്ല. കാപ്പി കുടിച്ച് ഒരു സിഗരറ്റ് വലിച്ചതിന് ശേഷമേ അയാൾ പാടാമെന്ന് സമ്മതിച്ചുള്ളൂ. വടക്കേ അകത്തു നിന്നും തമ്പുരുവോ മൃദംഗമോ ഒക്കെ എടുത്തു കൊണ്ടുവരുന്നത് കണ്ട് കാത്ത് വിമലായിരുന്നു. പക്ഷേ ഒന്നും വന്നില്ല. അയാൾ സിഗരറ്റ് വലിച്ചു തീർന്ന് ജനാലയ്ക്കെടുത്ത് പുറത്തേക്ക് നോക്കി നിന്നു. പാടാൻ തുടങ്ങി. വേദനയിൽ കുതിർന്ന ഒരു സാധാരണ സിനിമ പാട്ട്. രാഗവിസ്താരവും ഒന്നുമില്ല. ആ കരയിപ്പിക്കുന്ന വരികളിൽ അവസാനത്തേതും പാടിത്തീർന്നപ്പോൾ മുറിയിലുണ്ടായിരുന്നവർ ഉണർന്നതുപോലെ നെടുവീർപ്പിട്ടു. ഒരെണ്ണം കൂടി, രതി പറഞ്ഞു. ഇത്തവണ അയാൾ പാടിയത് തുള്ളിത്തുള്ളി പോകുന്ന ഒരു ഹിന്ദി പാട്ടാണ്. മുറിയിലെ അന്തരീക്ഷം മാറി. അവിടെ ഇളവയിലും വെളിച്ചവും ആയി. നേരത്തെ കനം പോയി. എന്തൊരു സിദ്ധിയാണിത്! പാടിയതിന് കൂലിയായി രതി ഡാൻസ് ചെയ്യണമെന്ന് അയാൾ ഉടനെ തുടങ്ങി. അതായി പിന്നെ കുറേ നേരം. തടിച്ചിയായിട്ടാണോ കിടന്ന് ചാടി തുള്ളുന്നതെന്ന് രതി. തടിയന്മാർക്ക് പാട്ട് പാടാമെങ്കിൽ തടിച്ചികൾക്ക് എന്തുകൊണ്ട് ഡാൻസ് ചെയ്തുകൂടാ എന്ന് രാജൻ. അവസാനം ചേട്ടൻ പറഞ്ഞു. ചെയ്യാണ്ടേ അവൻ സമ്മതിക്കില്ല രതി. പിന്നെ എന്തിനു വെറുതെ സമയം കളയുന്നു? എന്നെ കൊണ്ട് പിൻപാട്ടില്ലാതെ വയ്യ. അതിനാണോ വിഷമം? ഞാൻ പാടിത്തരാം, രാജൻ ഉടനെ പറഞ്ഞു. ഓ, അതിപ്പോൾ പാടിയത് തന്നെ. എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയാവുന്ന പാട്ട് പാടണം. എനിക്ക് ഏതെല്ലാം പാട്ട് നിശ്ചയമുണ്ടെന്ന് രതിക്കറിയാമോ? രാജൻ ചേട്ടൻ്റെ പാട്ടിന് ഡാൻസ് ചെയ്യാനൊന്നും എന്നെ കൊണ്ടാവില്ല. ഇവിടെ ഇത്രയും പേര് പാടുന്നവരെ ഉണ്ടായിട്ട്. ശരി. അവൾ അകത്തേക്കോടി. 2 മിനിറ്റിനകം സാരി പിടിച്ചു കുത്തി ചിലങ്ക കുടുകുടെ ചിരിപ്പിച്ചു കൊണ്ടുവന്നു. വല്യേച്ചി പാടിത്തരാമോ? എനിക്ക് സുഖമില്ല രതി. ഓ, എപ്പോൾ പറഞ്ഞാലും സുഖക്കേട്. വേണ്ട, ചേട്ടൻ ഫ്ലൂട്ട് വായിച്ചാൽ മതി. ദേവു അകത്തു നിന്ന് ഫ്ലൂട്ട് എടുത്തുകൊണ്ട് വന്നു. വിമലയ്ക്ക് മനസ്സിലാകാത്ത ഏതോ പാട്ട് ചേട്ടൻ പുല്ലാങ്കുഴലിൽ വായിച്ചു. രതി അതിനൊപ്പിച്ച് നൃത്തം ചവിട്ടി. സാരിത്തുമ്പ് കാറ്റിലുലഞ്ഞു. ഓടക്കുഴലിൻ്റെ നേർത്ത കരച്ചിൽ, കാൽച്ചിലമ്പിൻ്റെ കിലും കിലും. എന്തൊരു സ്വപ്ന ലോകമായിരുന്നു! എന്തൊരു ദിവസമായിരുന്നു അത്! വിമല ഉറങ്ങുകയാണോ? ചേട്ടൻ ചോദിക്കുന്നതായിട്ട് അവൾ വല്ലാതായി. എല്ലാവരും കൂടി പൊട്ടിച്ചിരിച്ചു. ദാ, ദേവു കാപ്പി കൊണ്ടുവന്നിരിക്കുന്നു. അവൾ കൈനീട്ടി വാങ്ങി. ഇന്ന് നമുക്ക് ആ ഗസ്സിംഗ് ഗെയിം കളിക്കാട്ടോ ചേട്ടാ. രവി പതിവ് പോലെ വലിയ ഉത്സാഹത്തിൽ തുടങ്ങി. നമ്മൾ ഇത്രയും പേരല്ലേ ഉള്ളൂ. മറ്റവരാരും വന്നിട്ടില്ല. ഇന്ന് തന്നെ പറ്റിയ ദിവസം. തുടങ്ങി. ഇനി അതായി. രതിയുടെ കളികളൊക്കെ വിമലക്കറിഞ്ഞിട്ട് വേണ്ടേ? മിനി പറഞ്ഞു. അതിനെന്താ, പഠിക്കാൻ എത്ര സമയം വേണം? മേശയ്ക്ക് പിന്നിലിരുന്നുകൊണ്ട് ചേട്ടൻ. അത് തന്നെ ചേട്ടൻ പറഞ്ഞു കൊടുത്താൽ മതി. 1/2 മിനിറ്റ് വേണ്ട വിമല ചേച്ചിക്ക് പഠിക്കാൻ. രതിക്ക് സന്തോഷമായി. കാര്യമെന്താണ്? ദേവു രണ്ടാമതും കാപ്പി ഒഴിക്കാൻ വന്നപ്പോൾ തടുത്തുകൊണ്ട് വിമല ചോദിച്ചു. ഇന്നാളിവിടെ ഞങ്ങളൊരു നാടകം വായിച്ചു. ഹേ ഫീവർ എന്നും പറഞ്ഞു. അതിൽ ഒരു കളി വിസ്തരിച്ചിട്ടുണ്ട്. അത് വായിച്ചത് മുതൽക്ക് രതിക്ക് ഇളക്കമാണ്. എനിക്ക് മാത്രമല്ല, കൊച്ചേച്ചിക്കും വലിയ ഇഷ്ടമായി ആ കളി. ഇല്ലാന്ന് വെറുതെ പറയുകയാണ്. ഞാൻ പറഞ്ഞില്ലല്ലോ ഇഷ്ടമായില്ലെന്ന്. ആ നാടകത്തിൽ വായിച്ചാൽ ബഹുരസമാണ് കേട്ടോ വിമലെ. കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു തരാം, ചേട്ടൻ പറഞ്ഞു. മുറിയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പുറത്തു പോവുക. അയാളാണ് ഗസ് ചെയ്യേണ്ടത്. അയാൾ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും കൂടി ഒരു ആഡ് വേബ് തിരഞ്ഞെടുത്ത് നിശ്ചയിക്കണം. ഇത്ര സമയമെന്നുണ്ട്. അത് കഴിയുമ്പോൾ പുറത്തു പോയ ആൾ തിരികെ വരും. മുറിയിൽ 5 ആളാണ് ഉള്ളത് എന്ന് വിചാരിക്കൂ. അയാൾക്ക് ഈ 5 പേരോടായിട്ട് 5 കാര്യം ചെയ്യാൻ ആവശ്യപ്പെടാം. ഓരോരുത്തരോടും ഓരോന്ന്. ഒരാളോട് ഒന്നേ പറയാൻ പാടുള്ളൂ. അവർ ചെയ്യുന്നതിൽ നിന്ന് അയാൾ ഗസ് ചെയ്യണം ആഡ് വെർബ് എന്താണെന്ന്. അത്രയേ ഉള്ളൂ. ആരാണ് കള്ളനാവുക? രതി ചോദിച്ചു. വിമലയാവട്ടെ, ചേട്ടൻ പറഞ്ഞു. എനിക്ക് വയ്യ. എനിക്ക് ഈ പറഞ്ഞൊന്നും ശരിക്കും മനസ്സിലായത് തന്നെയില്ല. എന്നാൽ ഒരിക്കൽ കൂടി പറയട്ടെ? വേണ്ട, എന്നെക്കൊണ്ട് ആവില്ല ഗസ് ചെയ്യാൻ. പിന്നെ ആരാണ്? എന്നാൽ രതി പോട്ടെ. അയ്യോ, എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് വയ്യ. അത് കൊള്ളാം. കളിക്കുകയും വേണം, പോകാൻ കഴിയുകയുമില്ല. പിന്നെ എങ്ങനെയാണ്? മിനി ചോദിച്ചു. രാജൻ ചേട്ടാ, ഒന്ന് പോകൂ. ഒരിക്കൽ കണ്ടാൽ പിന്നെ ഞാൻ ആയിക്കോളാം. രതി അങ്ങോട്ട് തിരിഞ്ഞു. ഓഹോ, ഞാൻ റെഡി. അവിടെ സംശയമൊന്നുമില്ല. ആവോ, എന്നാൽ തുടങ്ങാം നമുക്ക്. ഞാനൊരു സിഗരറ്റ് എടുത്തോട്ടെ? രാജൻ സിഗരറ്റും കത്തിച്ച് പുറത്തേക്ക് പോയി. വാക്കെന്താണെന്ന് വേഗം തീർച്ചയാക്കണം. രതി ധൃതി കൂട്ടി. എളുപ്പമുള്ളത് മതി. ആർക്കും നേരെ മനസ്സിലായിട്ടില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് ചേട്ടൻ അഭിപ്രായപ്പെട്ടു. എളുപ്പം കാട്ടാവുന്നത് എന്താ? ചിരിക്കാം. അല്ലാതെ പിന്നെ? ദേവു പറഞ്ഞു. ആ, അത് മതി. സ്മൈലിംഗ്ലി. അത് പറ്റി. ഇല്ല ചേട്ടാ,
രതിക്കത് പിടിച്ചു. ഓ മതി, കുറേ അധികം എളുപ്പമായി. സാരമില്ല ചേട്ടാ, ആദ്യമല്ലേ. വിമല ചേച്ചി കേട്ടോ, രാജൻ ചേട്ടൻ വന്ന് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് ചെയ്യണം. അവൾ ചിരിച്ചു. ഇപ്പോഴേ തുടങ്ങിക്കളയാം അഭിനയം. അനിച്ചേട്ടാ, അനിച്ചേട്ടനും കൂടണേ, ദേവ് പറഞ്ഞു. അയാളും ഒന്നും പറയാതെ ചിരിച്ചു. എന്നാൽ വിളിക്കട്ടെ, രതി ചോദിച്ചു. ഓഹോ, ചേട്ടൻ സമ്മതിച്ചു. രതി തലത്തിലേക്ക് ഇറങ്ങി നിന്ന് വിളിച്ചു പറഞ്ഞു. രാജൻ ചേട്ടാ വന്നോളൂ. രാജൻ സിഗരറ്റും പുകച്ചുകൊണ്ട് കയറി വന്നു. ആ, ആദ്യം തന്നെ ദേവു ആ കപ്പിലൊരു കപ്പ് കാപ്പി ഒഴിച്ച് ഇങ്ങോട്ട് തരൂ. കൊതിയാണ് ചേച്ചി, ഒരു കപ്പും കൂടി കുടിക്കാൻ. പറ്റില്ല, അവനൊന്ന് എന്തെങ്കിലും തരാൻ പറയാനൊന്നും പാടില്ല, രതി പറഞ്ഞു. ഇഷ്ടം പോലെ പാടും, വേഗമാവട്ടെ ദേവു. ദേവു കാപ്പിയും കൊണ്ട് എഴുന്നേറ്റു രാജൻ്റെ അടുത്ത് ചെന്ന് നീട്ടി. സുന്ദരമായൊരു ചിരിയും. എത്ര സ്വാഭാവികമായി ചെയ്തു. കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജൻ പറഞ്ഞു. രതി, ഇവിടെ നടക്കുവന്ന് നിന്ന് അനിയെ ഒന്ന് താണു തൊഴൂ. ഞാനില്ല കേട്ടോ കളിക്കാൻ, അനി പറഞ്ഞു. തന്നോട് തൊഴാനല്ല പറഞ്ഞത്. രതി തന്നെ തൊഴുതുകൊണ്ട് തനിക്ക് വല്ല നഷ്ടവുമുണ്ടോ? ഇല്ല, എന്നെ കൊണ്ടാവില്ല. ഇത് നല്ല ഗോഷ്ടി. തൊഴുകയും നമസ്കരിക്കുകയും. രതി തുടങ്ങി. ഇല്ലെങ്കിൽ കളി ഓഫ്. ഓ, ഇതുപോലൊന്നുമല്ല ഇത് കളിക്കേണ്ടത്. അവൾ പിറുപിറുത്തുകൊണ്ട് എഴുന്നേറ്റു. മുറിയുടെ നടുക്കു കയറ്റുപായ ഇട്ടിരിക്കുന്ന ഇടത്തു വന്നു നിന്ന് അനിയുടെ നേർക്ക് ദേഹം തിരിച്ച് അവൾ തല താഴ്ത്തി തൊഴുതു. വിമലയ്ക്ക് മുഖം കണ്ടുകൂടാ. ചിരിച്ചോ? ചിരിച്ചു കാണണം. ആ ചിരിയുടെ വെളിച്ചമാണോ രാജൻ്റെ കണ്ണുകളിൽ കണ്ടത്? അനിയുടെ നേർക്ക് നിന്ന് അവൾ രാജനെയാണോ തൊഴുന്നത്? കുറച്ചു നേരത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. ഇനി വിമല ആ മൂലയിൽ ഫ്ലവർ വേസിൽ നിന്ന് ഒരു പൂവെടുത്ത് ചേട്ടന് കൊടുക്കുക, രാജൻ പറഞ്ഞു. എനിക്കറിഞ്ഞുകൂടാ, ഇതവൾ പ്രതീക്ഷിച്ചതല്ല. അതൊന്നും പറ്റില്ല. രതി ഓടി വന്ന് കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവൾ മടിച്ച് എതിരെ ജനാൽക്കല്ല് പൂക്കൾ വെച്ചിരുന്ന ഇടത്തേക്ക് നടന്നു. ഒരു വലിയ മഞ്ഞപ്പൂവാണ് എടുത്തത്. ചേട്ടൻ്റെ അടുത്തേക്ക് നടന്നത് അതിലും സംശയിച്ചാണ്. മേശയ്ക്ക് മുമ്പിൽ നിന്ന് നീട്ടിയപ്പോൾ രാജൻ പറഞ്ഞു. ഇത് പറ്റില്ല, എനിക്ക് മുഖം കാണാൻ സാധിക്കണ്ടേ. ആ മഞ്ഞപ്പൂവും കയ്യിൽ പിടിച്ച് മേശയ്ക്ക് വലം വെച്ച് അവൾ ചേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. ഇനി ചിരിക്കണ്ടേ? ഉപദ്രവം. അവൾ ചുണ്ടൊന്ന് കോട്ടി. ചിരിയായോ അതോ? രാജൻ പൊട്ടിച്ചിരിച്ചു. ഇനി ആരും ഒന്നും ചെയ്യണ്ട, ഇത് മതി. ഇത്രയും കൊണ്ട് തന്നെ പറയാം. ചിരിച്ചുകൊണ്ട് എന്നോ മറ്റോ ആണ്. വിത്ത് എ സ്മൈൽ, സ്മൈലിംഗ്ലി. ഛേ, വളരെ എളുപ്പമായി പോയി രാജൻ ചേട്ടന്, രതി പറഞ്ഞു. അങ്ങനെയാണ്, ബുദ്ധി ഉപയോഗിച്ചാണ്, വെറുതെ അല്ല. ഓ പിന്നെ, ബുദ്ധിയല്ല ഇത്. ഇനി ആരാണ് പോകുന്നത്? വിമല ആ വീട്ടിലെ സ്ഥിരം സന്ദർശകരുടെ കൂടെ ചേർന്നിരിക്കുകയാണ്. എല്ലാ ഞായറാഴ്ചയും ഉച്ചതിരിഞ്ഞാൽ അവിടെ എത്തിയില്ലെങ്കിൽ സുഖമില്ല. ആദ്യമൊക്കെ സന്ധ്യയ്ക്ക് തിരിച്ചു പോരുകയായിരുന്നു പതിവ്. പക്ഷേ ആ നേരത്ത് തനിയെ ബസ്സിൽ പോരുന്ന ബുദ്ധിമുട്ടും ചേട്ടൻ്റെ നിർബന്ധവും കാരണം അത് നിർത്തി. രാത്രി അവിടെ കൂടി തിങ്കളാഴ്ച നേരെ ആശുപത്രിയിലേക്ക് പോവുക എന്നായി. പിന്നെ ഇതുവരെ കണ്ടു പരിചയപ്പെട്ടിട്ടുള്ളതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഈ ലോകം. സൂക്കേടുകാരനായ ഒരു മനുഷ്യൻ. അയാൾക്ക് ചുറ്റും സ്നേഹത്തിൻ്റെ മതിൽ കെട്ടിക്കൊണ്ട് കുറേ പേർ. ആ അനിയത്തിമാർക്ക് ചേട്ടൻ എന്നതിൽ മീതെ വേറെ ആരുമില്ലേ? അമ്മയുടെ കണ്ണിലുണ്ണിയായിരുന്നു മൂത്ത മകൻ. അവർ മരിച്ചപ്പോൾ അത്രയും നാൾ ഉള്ളിൽ കൊണ്ടു നടന്ന വേദനിപ്പിക്കുന്ന വാത്സല്യത്തിൻ്റെ ഭാരവും തൻ്റെ പെൺകുട്ടികൾക്ക് പങ്കുവെച്ചു കൊടുത്തതാകണം. അമ്മയുടെ പങ്കിനും സഹോദരിമാരുടെ പങ്കിനും സ്നേഹിക്കാൻ ആ പെൺകുട്ടികൾ തയ്യാറായിരുന്നു താനും. അവരുടെ സ്നേഹത്തിൻ്റെ തണലിൽ അയാൾ തഴച്ചു വളർന്നു. അനിയത്തിമാരുടെ കാര്യം പോകട്ടെ, രക്തം കൊണ്ട് അയാളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആ ചെറുപ്പക്കാരോ? അവരൊക്കെ അയാളിൽ എന്തെങ്കിലും ഒന്ന് കാണുന്നുണ്ടാവണം, തീർച്ച. രാജശേഖരൻ MSc പാസ്സായതാണ്. കോളേജിൽ പഠിപ്പിക്കുന്നു. ആര് പറഞ്ഞാലും കൂട്ടാക്കാത്ത നിർഭയനായ മനുഷ്യൻ. അയാളെപ്പറ്റി എന്തെല്ലാം കഥകളാണ് മിനി പറഞ്ഞിട്ടുള്ളത്. ഈ പ്രായത്തിനിടയ്ക്ക് 2 കോളേജുകളിൽ നിന്നായി വഴക്കിട്ട് പോരുന്നു. മലയിൽ എവിടെയോ ജോലിയായി ഇരുന്നിട്ടുണ്ട്. അത് മതിയായപ്പോഴാണ് ഇങ്ങോട്ട് പോകുന്നത്. പണം ഉണ്ടാക്കാനും അതുപോലെ വേഗം ചിലവാക്കാനും അറിയാം. രാഷ്ട്രീയവും പൊതുപ്രവർത്തനവും ഒക്കെ ഉണ്ട്. ഈ തിരക്കിൻ്റെ ഇടയിലും ദിവസം 1-2 മണിക്കൂർ ചേട്ടൻ്റെ മുറിയിൽ കഴിച്ചുകൂട്ടാൻ അയാൾ മറക്കാറില്ല. അനിയെന്നവർ വിളിക്കുന്ന അരവിന്ദാക്ഷൻ്റെ കാര്യം പിന്നെ പറയാനില്ല. നെടും പുളിക്കലെ മുറ്റത്തും അകത്തുമായിട്ടാണ് അയാൾ വളർന്നത് തന്നെ. ദേവുവാണ് അതൊക്കെ പറഞ്ഞത്. മിനിക്ക് അനിയെപ്പറ്റി അധികം സംസാരിക്കുന്നത് ഇഷ്ടമല്ല. അയൽപ്പക്കത്തെ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയെ അവരുടെ അമ്മ മകന് കളിത്തോളനായി കൊണ്ടുവന്നതാണ്. കൊച്ചു സഞ്ചിയും കുടയും തോളത്ത് തൂക്കി സ്കൂൾ വിട്ട് അവൻ ചിരിച്ചു കളിച്ച് ഓടിവരുന്നത് ബംഗ്ലാവിൻ്റെ ജനലിൽ കൂടി നോക്കി നിന്നപ്പോൾ അവൻ അനുഭവിച്ച അസൂയയുടേതായ വേദന അതേ വേഗത്തോടെ അവൻ തൻ്റെ മകൻ്റെ അടുത്തേക്ക് ഓടി വരുമ്പോൾ നന്ദിയുടെ പുഞ്ചിരിയായി മാറിയിരുന്നിരിക്കണം. സൂക്കേടുകാരൻ കുട്ടിയുടെ ചുണ്ടിയും ദേഷ്യവും ഒക്കെ സഹിച്ച് അയാളുടെ ഒപ്പം വളർന്നവനാണ് അനി. പക്ഷേ വാസ്തവത്തിൽ രാജനുമായുള്ള അടുപ്പം ചേട്ടന് ഈ അനിയുമായി ഉണ്ടോ? ആ പുസ്തകജീവികളുടെ നടുക്ക് ഇപ്പോൾ അയാൾ ശരിക്കും ഒരധികപ്പറ്റല്ലേ? മറ്റവരെ പോലെ പുസ്തകം വായിക്കാൻ അയാൾക്ക് സമയമുണ്ടോ? കാലത്ത് 8-ന് പോയാൽ വൈകുന്നേരം മണി 5 ആവും കമ്പനിയിൽ നിന്ന് തിരിച്ചെത്തുമ്പോഴേക്ക്. ബെർണാഡ് ഷായും സോമർസെറ്റ് മോമും ഒന്നും അയാൾ വായിച്ചു കാണില്ല. ആറ്റശക്തി മുതൽ കുരുമുളകിൻ്റെ കമ്പോള നിലവാരം വരെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നുപോലെ പ്രസംഗിക്കാനും അയാളെ കൊണ്ടാവില്ല.
കോളേജിൽ കയറിയിട്ട് തന്നെയില്ല. ഒന്നോ രണ്ടോ കഥകളി പദങ്ങൾ അല്ലാതെ പാട്ടും വശമില്ല. അതിനൊന്നുമുള്ള അവസരം ഉണ്ടായില്ല. ജീവിക്കാൻ വഴി നോക്കണ്ടേ? മറ്റവരെ പോലെ കളിച്ചിരിക്കാൻ പറ്റുമോ? ആ കമ്പനിയിലെ ക്ലാർക്ക് ഉദ്യോഗം കൊണ്ടാണ് അയാൾ കഴിയുന്നത്. ബസ്സിറങ്ങി നെടുംപുളിക്കിലേക്ക് വരുന്ന വഴി കാണാം അയാളുടെ കൊച്ചു വീട്. വാടക വീട്, സ്വന്തമല്ല. എന്നിട്ടും പറമ്പ് മുഴുവൻ കൃഷിയാണ്. വാഴയും പച്ചക്കറികളും എല്ലാം ഉണ്ട്. ഒക്കെ അയാൾ തന്നെ ഉണ്ടാക്കിയത്. പഴയ പതിവ് വിടാൻ വയ്യാത്തത് കൊണ്ടായിരിക്കണം അയാൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുന്നത്. ആരും അയാളെ ഗവനിക്കാറില്ല, ദൈവം ഒഴിച്ച്. അയാളെ കളിയാക്കലാണ് രതിക്ക് വിനോദം. അയാളുടെ കഥകളി ഭ്രാന്ത് പറഞ്ഞ് എന്ത് ചിരിച്ചിരിക്കുന്നു. തായമ്പകയും മേളവും ഒക്കെ അയാൾക്ക് ഭ്രമമാണത്രേ. അതിനെപ്പറ്റിയും ഉണ്ട് രതിക്ക് കുറേ കഥകൾ. തൃശ്ശൂർ പൂരത്തിന് പോയതോ ആന ഓടിയതോ എന്തൊക്കെയോ. അയാൾക്ക് ഒരു കൂസലുമില്ല ഇതൊന്നും കേട്ടാൽ. അയാളെ പറയുന്നവർ തോൽക്കുകയേ ഉള്ളൂ. രാജനും എനിക്കും പുറമെ പിന്നെയുമുണ്ട് ചേട്ടൻ്റെ സംഘത്തിലെ ആൾക്കാർ. ഒരു ഭാസ്കരനുണ്ട്, ഒരു എഞ്ചിനീയറുടെ മകൻ. അയാൾ വരുമ്പോൾ കൂടെ അയാളുടെ കൂട്ടുകാർ 2-3 പേർ എന്നും ഉണ്ടാവും. അടുത്തൊരു വായനശാലയുണ്ട്, അവിടുത്തെ സെക്രട്ടറിയെയും കാണാം ചിലപ്പോൾ. ഇവരൊക്കെ വല്ലപ്പോഴുമേ ഉള്ളൂ. എന്നും വരുന്നവർ രാജനും അനിയുമാണ്. ആണുങ്ങളെല്ലാവരും മുറിയിൽ ചുറ്റുമിരുന്നാൽ ബഹളമാണ്. പിന്നെ പാട്ടും മേളവും ഒരു വക. എന്തെങ്കിലും ഒന്ന് പിടിച്ച് തർക്കിച്ച് തുടങ്ങിയാൽ പിന്നെ ചെവി കേൾക്കണ്ട. പുതിയ സ്ഥലത്ത് പുതിയ ചുറ്റുപാടുകളുമായി ഇണങ്ങാൻ വിഷമിക്കുന്ന സമയത്ത് അവിടെ കഴിച്ചു കൂട്ടുന്ന സമയം വിമലയ്ക്ക് സ്വർഗമായിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെയാണ് ഞായറാഴ്ച വൈകുന്നേരം പോയി പിറ്റേ ദിവസം വരിക എന്നുകൂടിയായത്. അവിടുത്തെ സമ്മേളനങ്ങൾ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അധികം ആരുമില്ലാതെ രാജനും അനിയും മാത്രമുള്ള ദിവസങ്ങളാണ് രസം. ആ സദസ്സുകളിൽ സ്ത്രീജാതിയിൽ അന്യയായിട്ട് താൻ മാത്രമേ ഉള്ളൂ എന്നവൾക്ക് പലപ്പോഴും തോന്നും. അപ്പോഴൊക്കെ തീർച്ചയാക്കും അവിടെ ഇങ്ങനെ എപ്പോഴും പോകുന്നത് നിർത്തണമെന്ന്. പക്ഷേ ഞായറാഴ്ച ആകുമ്പോൾ വിചാരിക്കും ഇത്തവണ കൂടി, അടുത്ത തവണ പോവില്ല തീർച്ച. ഇത് ഓരോ ആഴ്ചയും ആവർത്തിക്കും. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് കൂട്ടുകാർ സിനിമയ്ക്കും പാർക്കിലേക്കും ഒക്കെ പോകുമ്പോൾ അവരുടെ കൂടെ കൂടാതെ ഒറ്റയ്ക്ക് ആ ബസ് സ്റ്റോപ്പിൽ ചെന്ന് കാത്തുനിന്ന് ബസ്സിൽ കയറി അവിടെ വരെ പോകാൻ പ്രേരിപ്പിക്കുന്ന ശക്തി എന്താണ്? പൂമ്പാറ്റ പോലെ പറന്നു നടക്കുന്ന രതി, മറ്റുള്ളവരുടെയും കൂടി കുരിശിൽ ക്ഷീണിച്ച തോളത്ത് ചുമക്കുന്ന ദേവു. മിനിയുമായിട്ടാണ് ആ വീടിനോട് ബന്ധം തുടങ്ങിയതെങ്കിലും ഇപ്പോൾ വാസ്തവത്തിൽ അവളോടാണ് അടുപ്പം കുറവ്. പണ്ട് ഹോസ്റ്റലിൽ ഒന്നിച്ച് താമസിച്ചിരുന്ന കാലത്ത് തന്നെ മിനി അധികം സംസാരിക്കാറില്ല. ഇപ്പോൾ അതിലും മൂകയാണ്. ഇവരിൽ ആരാണ് അവളെ ആകർഷിച്ചത്? പ്രത്യേകിച്ച് ആരെങ്കിലുമോ? അതോ ഇവർ എല്ലാം കൂടിച്ചേർന്ന ആ മായിക ലോകമോ? രാജൻ കറുത്ത പുരികങ്ങൾക്ക് താഴെ അറ്റം തൊടുത്തു വലിയ കണ്ണുകളും ഭയങ്കര മീശയും. രാജൻ. ആ മുഴങ്ങുന്ന ഒച്ച. ഇടയ്ക്ക് ചില നാടകാഭിനയങ്ങളുണ്ട് അവർക്ക്. ആ ഒച്ചയുടെ ഗാംഭീര്യം ശരിക്കറിയുക അപ്പോഴാണ്. രാജനും അനിയും മാത്രമുള്ള ദിവസങ്ങളാണ് നാടകം കളിക്കുക. അനി എന്നെന്തിനു പറയുന്നു, കേട്ടിരിക്കുന്നതല്ലാതെ അയാൾ ഈ കളികളിൽ എന്തിലെങ്കിലും ചേർന്ന് ഒരിക്കലും കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് വേഷമൊന്നും കെട്ടാതെ ഏതെങ്കിലും നാടകമെടുത്ത് അതിലെ ഓരോ ഭാഗങ്ങൾ ഓരോരുത്തർ വായിക്കുക. എന്ത് രസമാണത് കേൾക്കാൻ. രാജൻ്റെ മുഴങ്ങുന്ന ഒച്ചയിൽ. അനിയത്തിമാരുടെ കൂട്ടത്തിൽ ദേവുവിനാണ് വാസ്തവത്തിൽ ഈ നാടകം കളിക്കുന്നതിൽ ഏറ്റവും താല്പര്യം. അവൾ അതൊന്നും പുറത്തു പറഞ്ഞ് കേട്ടിട്ടില്ലെങ്കിലും അവളുടെ ആ നേർത്ത ശബ്ദത്തിൽ ഉറക്കെ വായിക്കുമ്പോൾ വാക്കുകളിലെ ചിരിയും കരച്ചിലും ശബ്ദത്തിൽ തുളുമ്പി നിൽക്കും. എന്തൊരു മാതിരിക്കാരിയാണവൾ. ആ സഹോദരിമാരിൽ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് അവളാണ്. ആ വീട്ടിലെ സർവ്വകാര്യങ്ങളും അന്വേഷിക്കുന്നതിനിടയ്ക്ക് എവിടെ നിന്നാണ് ഇത്രയുമൊക്കെ വായിക്കാൻ സമയമുണ്ടാക്കുന്നത്? ശരിക്കും എല്ലാ കാര്യവും അവളല്ലേ? സാമ്പത്തിക വിഷമം കൂടി ഉണ്ടോ എന്തോ? പണമുള്ള തറവാടാണ് എങ്കിലും കുഴിച്ചാൽ കുഴിയാത്ത മലയുണ്ടോ? ചെലവല്ലാതെ വരവില്ല. എന്തൊരു കുടുംബം. മണ്ണിൽ ചവിട്ടി നിൽക്കുന്നവർ ആരുമില്ലേ? എല്ലാം സ്വപ്നജീവികൾ. അനിയത്തിമാർ മാത്രമാണോ? ആ ചേട്ടൻ? 3 പെൺകുട്ടികൾക്ക് ഒരേ ഒരാങ്ങള. എന്നിട്ടും ആ ചേട്ടനിൽ ഇവർ കാണുന്നതൊന്നും തനിക്ക് കാണാൻ പറ്റാത്തത് എന്തുകൊണ്ട്? അവളോട് എന്ത് കാര്യമായാണ് പെരുമാറുക? എന്നാലും ആശുപത്രിയിൽ അധിക സമയവും രോഗികളുടെ ഇടയിൽ കഴിച്ചുകൂട്ടി ശാരീരിക സുഭകതയ്ക്ക് അത്രയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്നതുകൊണ്ടാണോ? അയാൾ കാണുമ്പോൾ വിഷാദം പുരണ്ട ആഴം കാണാത്ത കണ്ണുകളും ചുരുളിച്ചയുള്ള മുടിയുമായി പുല്ലാങ്കുഴൽ ചുണ്ടത്ത് ചേർത്ത് രഘു നായകനെയല്ല രാധ കാമുകനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അയാൾ മേശയ്ക്ക് പിന്നിൽ ഇരിക്കുമ്പോൾ പോലും അവൾ അയാളുടെ ആ വളഞ്ഞു ശോഷിച്ച കാലുകളെയാണ് ഓർമ്മിക്കുക. പോളിമയൽറ്റിസ്, ആട്രോഫിക് സ്പൈനൽ പാരലൈസിസ്. ഡോക്ടർ മാർട്ടിൻ്റെ ക്ലാസുകൾ ഓർമ്മിച്ചു പോകും. നോട്ട് പുസ്തകത്തിൽ കാണും ഇതൊക്കെ. ഫസ്റ്റ് സിംറ്റംസ് ഫീവർ, വൊമിറ്റിംഗ്, കൺവൾഷൻസ്. തുടർന്ന് ഏതെങ്കിലും ഒരവയവം തളരുന്നു. ഒരു ഞായറാഴ്ച പതിവിന് നേരത്തെ ഇറങ്ങാൻ സാധിച്ചു. വിമല ഹോസ്റ്റലിൽ പോയി സാരി മാറ്റി നേരെ ബസ് സ്റ്റോപ്പിലേക്ക് തിരിച്ചു. ഉച്ചയ്ക്ക് രാജനും മറ്റും എത്തിക്കാണും. അവരുടെ സദസ്സ് നടക്കുകയായിരിക്കും. അവിടെ എത്തിയപ്പോൾ മണി 4 ആകുന്നതേയുള്ളൂ. വിചാരിച്ച പോലെ ബഹളവും തിരക്കും ഒന്നുമില്ല. ഒരനക്കവുമില്ല. എന്തു പറ്റി? ഉറക്കമായിരിക്കുമോ? മുകളിൽ പോയി നോക്കാമെന്ന് വെച്ച് തിരിയുമ്പോഴേക്കും കല്യാണിയമ്മ അറ്റത്തെ അകത്തുനിന്ന് ചൂലും തുണിയുമായി ഇറങ്ങി വന്നു.
ആരില്ലേ ഇവിടെ? അവൾ ചോദിച്ചു. അവരൊക്കെ കല്യാണത്തിന് പോയിരിക്കുകയാണല്ലോ. ദൈവവും പോയിട്ടുണ്ടോ? എല്ലാവരും പോയി. രാത്രിയായിട്ട് മടങ്ങുള്ളൂ ആയിരിക്കും അല്ലേ? കാലത്ത് പോയതാ. 2 മണിക്ക് ഒറ്റയാണ് മുഹൂർത്തം. സന്ധ്യ ആവണതിന് മുമ്പ് വരുന്ന പറഞ്ഞത്. അവർ വരുന്നതുവരെ ഇവിടെ കാത്തിരിക്കാൻ പറ്റുമോ? ഇപ്പോൾ തന്നെ പോയാൽ ആ ബസ് തിരിച്ചു വരുമ്പോൾ കിട്ടും. ഞാൻ വന്നിരുതെന്ന് പറഞ്ഞേക്കൂ കല്യാണിയമ്മേ. പോവാണോ? ദേ രാമനായർ കാപ്പി കൂട്ടുന്നുണ്ട് അവിടെ. കൊച്ചേമാൻ്റെ കാപ്പി ആവണേ ഉള്ളൂ. കുടിക്കുമ്പോഴേക്കും അവർ വരികയും ചെയ്യും. ഇല്ല, നിൽക്കുന്നില്ല, ഇത്തിരി തിരക്കുണ്ട്. അപ്പോഴേക്കും ശബ്ദം കേട്ട അകത്തുനിന്ന് കസേര ഉരുട്ടിക്കൊണ്ട് ചേട്ടൻ വന്നു. പോകാൻ തുടങ്ങുകയാണോ? നന്നായി, ഇവിടെ വന്നിരിക്കൂ. അതല്ല, എനിക്ക് അവിടെ എത്തിയിട്ട് കുറച്ച്. ഞാൻ മാത്രമാവുമ്പോൾ കമ്പനി പോരാ എന്നാണെങ്കിൽ. അതൊന്നുമില്ല. ദൈവമേ, ഈ മനുഷ്യനെ കൊണ്ട് തോൽക്കുകയുള്ളൂ. അവൾ ചേട്ടൻ്റെ പിന്നാലെ അകത്തേക്ക് കയറി. ചേട്ടൻ മേശയ്ക്ക് പിന്നിൽ പതിവ് സ്ഥലത്തിരുന്നു. അവളും ഇരുന്നു. കുറച്ചു നേരത്തേക്ക് രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. അവസാനം എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുന്നത് പോലെ ചേട്ടൻ തുടങ്ങി. മേശപ്പുറത്ത് കിടന്ന ഒരു പുത്തൻ പുസ്തകം കയ്യിലെടുത്തുകൊണ്ട്. കമല മാർക്കണ്ഡേയയുടെ പുതിയ നോവലാണ്, നെക്ടാർ ഇൻ ദി സീവ്. വായിച്ചിട്ടുണ്ടോ? മര്യാദ വിചാരിച്ച് അവളത് കയ്യിൽ വാങ്ങി പേജ് മറിച്ചു നോക്കി. ഞാൻ പുസ്തകമൊന്നും അങ്ങനെ വായിക്കാറില്ല. വേറെ വല്ലവരോടുമാണെങ്കിൽ ഇവൾ ഇത് കുറച്ച് വേദനയുടെ മറ്റേ മാത്രമേ ഏറ്റു പറയൂ. മേക്കെട്ടിരുന്ന് വായിക്കാനുള്ള ക്ഷമയില്ല. എന്നാലും വാസ്തവത്തിൽ ധാരാളം വായിക്കുന്നവരെക്കുറിച്ച് തെല്ലൊരു ഭ്രമം തന്നെ ഉണ്ടായിരുന്നു അവൾക്ക്. വസ്തു കയ്യിലുള്ളവർക്ക് നിഴലിൻ്റെ പിന്നാലെ പോകുന്നതിൻ്റെ ആവശ്യമെന്ത്? തികഞ്ഞ ഗൗരവത്തിൽ അയാൾ മറുപടി പറഞ്ഞു. അവൾ ചിരിച്ചു. എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കൂ. അയാൾ അതിന് എന്തെങ്കിലും സമാധാനം പറയുന്നതിന് മുമ്പ് രാമൻ നായർ കാപ്പിയും കൊണ്ട് കടന്നു വന്നു. കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പതിവിന് വിപരീതമായി മൗനമായിരുന്നു. അവളും ഒന്നും മിണ്ടിയില്ല. ഒഴിഞ്ഞ പാത്രങ്ങൾ രാമൻ നായർ വന്ന് എടുത്തുകൊണ്ട് പോയി. ആകപ്പാടെ ഒരു വല്ലായ്മ തോന്നി തുടങ്ങി. ഇരിക്കണ്ടായിരുന്നു ഇവിടെ. എവിടെയാണ് കല്യാണം? എന്നാണ് പറഞ്ഞത്? കഴിഞ്ഞ ഞായറാഴ്ച വന്നപ്പോൾ ഒന്നും കേട്ടില്ല. അവൾ ചോദിച്ചു. അന്ന് നിശ്ചയിച്ചിരുന്നില്ല. തിങ്കളാഴ്ചയാണ് ഇവിടെ വന്ന് വിളിച്ചത്. വരന് ദൂരെയെങ്ങോ പോകേണ്ടതാണ്. സമയമില്ലത്രേ. ധൃതിയിൽ വേണമെന്ന്. അമ്മൂമ്മയുടെ അനിയത്തിയുടെ മകളുടെ മകളാണ് കുട്ടി. അപ്പോൾ അടുത്ത ബന്ധുക്കളാണ്. അടുത്ത ബന്ധുക്കൾ ഞങ്ങൾക്ക് കുറവാണ്. അമ്മയ്ക്ക് ഒരനിയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അമ്മാവൻ ചെറുപ്പത്തിലേ മരിച്ചു. അമ്മായി വേറെ കല്യാണമൊക്കെ കഴിച്ച് സുഖമായിരിക്കുന്നു. പിന്നെ അമ്മൂമ്മയ്ക്കാണെങ്കിൽ ഈ ഒരനിയത്തിയും ഒരു മൂത്ത ഒടപ്പുറന്നവനും. ആ വല്യമ്മാവൻ്റെ മക്കളുണ്ട്. ഈ കൊച്ചമ്മയുടെ കുടുംബവും അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് ബന്ധുക്കളായിട്ട്. ഓ, ഇന്ന് കല്യാണം കഴിക്കുന്ന കുട്ടി കോളേജിലൊക്കെ പഠിച്ചതാണോ? ഇല്ലില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ സ്ത്രീകളിൽ മിനി മാത്രമേ ഉള്ളൂ കോളേജിൽ പോയത്. ഇത് സ്കൂൾ ഫൈനൽ തന്നെ ജയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഒന്നും പഠിക്കാത്ത വകയാണ്. ഇത് കൊച്ചുകുട്ടിയാണ്. അധികം പ്രായമൊന്നുമില്ല. അയാൾ കുറച്ചു നേരത്തേക്ക് നിർത്തി. ലവ് മാരേജ് ആണ്. അവൾ ചിരിച്ചു. അതായത് അയാളുടെ ഭാഗത്ത് മാത്രം. അയാൾ അമ്പലത്തിലോ എവിടെയോ വെച്ച് കണ്ട് ഇഷ്ടമായിട്ട് വന്നതാണ്. അയാൾ പിന്നെയും മിണ്ടാതായി. എന്തു പറയാനാണ്? എന്നിട്ട് പോയെങ്കിലോ? ഇത് വല്ലാത്ത ബോറ് തന്നെ. വിമലയ്ക്ക് പ്രേമത്തിനെ പറ്റി എന്താണ് അഭിപ്രായം? പെട്ടെന്ന് അയാൾ ചോദിച്ചു. അവൾ അമ്പരന്ന് പോയി. ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിച്ചതാണ്. അവൾ ചിരിച്ചു. നേരം പോക്കാക്കി കളയുകയാണ് ഭേദം. മെഡിക്കൽ കോളേജിലെ അന്തരീക്ഷത്തിന് പ്രേമത്തിൻ്റെ വാസനയുണ്ട്. സോഷ്യലിന് പ്രസംഗിക്കുമ്പോൾ അവരുടെ സീനിയറായി പഠിച്ച സെബാസ്റ്റ്യൻ പ്രസംഗിച്ചതാണത്. എല്ലാവരും കൂടി പൊക്കിപ്പിടിച്ച് നടക്കുമായിരുന്നു ആ വാചകം. അങ്ങനെ നിസ്സാരമായി. മെഡിക്കൽ കോളേജിൽ പഠിച്ചു എന്ന് വെച്ച് വികാരങ്ങൾ ഇല്ലാതാവുമോ? കൂടുതലാവുകയാണ് ചെയ്യുക. അവൾ ഇത്തവണയും ചിരിച്ചു. കോളേജിൽ കയറി 6 മാസം കഴിയുന്നതിന് മുമ്പ് ഓരോരുത്തർക്കും ഓരോ ബോയ് ഫ്രണ്ട് ആയി കാണും. ജോഡി ചേർത്താണ് എല്ലാവരെയും പറ്റി പറയുക. ചുമ്മാ ഇരിക്കുന്നവരെ കൂടി വെറുതെ വിടില്ല. ചിരിക്കല്ലേ വിമലേ, ജീവിതത്തിൽ കവിതയും സൗന്ദര്യവും. അയ്യോ, എനിക്കിതൊന്നും ദഹിക്കില്ല. അവൾ ഇടയ്ക്ക് കയറി പറഞ്ഞു. ഇതൊക്കെ പുസ്തകത്തിൽ മാത്രമുള്ളതാണെന്ന് ഞാനും വിചാരിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. അയാൾ കുറച്ചു നേരത്തേക്ക് നിർത്തി. അങ്ങനെയല്ല എന്നെ പഠിപ്പിച്ചത് വിമലയാണ്. ഞാനോ? ഞാനെന്ത് ചെയ്തു എന്നാണ്? വിമല അമ്പരക്കുന്നതിൽ എനിക്ക് അതിശയമില്ല. എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തവൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ? ഇത്തവണയും അവളൊന്നും മിണ്ടിയില്ല. വിമലയെ ആദ്യം കണ്ട ദിവസം നീലയിൽ ചുമപ്പ് പൂക്കളുള്ള സിൽക്ക് സാരിയാണ് ഉടുത്തിരുന്നത്. കറുത്ത ബ്ലൗസും. തല പൊക്കി കെട്ടിയിരുന്നു. അന്ന് എൻ്റെ ഹൃദയത്തിലേക്കാണ് വിമല സംശയിച്ച് ചിരിച്ചും കൊണ്ട് കയറി വന്നത്. 1 കൊല്ലം ആവാറായില്ലേ ഇവിടെ വരാൻ തുടങ്ങിയിട്ട്? ഈ കാലത്തിനിടയ്ക്ക് ഏതെല്ലാം സാരി ഉടുത്തിട്ടുണ്ടെന്ന് കൂടി ഒന്നും വിടാതെ ഞാൻ പറയാം. വിമല ഈ വീട്ടിലെത്തിയാൽ പോകുന്നതുവരെ ആ ഒരാളെ അല്ലാതെ മറ്റൊന്നും ഞാൻ കാണാറില്ല. അവരെല്ലാവരും കൂടി ചിരിച്ചു ബഹളമുണ്ടാക്കുമ്പോൾ ഞാനും കൂടെ ചേരുന്നത് വിമല കണ്ടിരിക്കും. പക്ഷേ എൻ്റെ ആത്മാവ് ഇതിലൊന്നും കൂടാതെ ഒരു മൂലയ്ക്ക് ഒഴിഞ്ഞു കണ്ണുകൾ ചിരിക്കുമ്പോഴും ചുണ്ടുകൾ ചിരിക്കാൻ അനുവദിക്കണമോ എന്ന് സംശയിച്ചിരിക്കുന്ന ആ കൊച്ചു ഗൗരവക്കാരിയുടെ അടുത്തായിരുന്നു. ഞാൻ എത്ര പറഞ്ഞു നോക്കി ഒരു പാട്ട് പാടാൻ. ഇല്ല, കൂട്ടാക്കിയില്ല. ഓർമ്മയുണ്ടോ? ആദ്യമൊക്കെ വിമല വന്നാൽ അന്ന് തന്നെ തിരിച്ചു പോകുമായിരുന്നു. ഞാൻ എത്ര നിർബന്ധിച്ചു കാലു പിടിച്ചിട്ടാണ് ആ പതിവ് മാറ്റിയത്. ഞായറാഴ്ചകൾ വരാൻ കൊതിച്ച് ഞാൻ കാത്തിരുന്നു. അങ്ങേ അറ്റം 4-5 മണിക്കൂർ. അത്രയും നേരത്തേക്കേ എനിക്ക് കാണാൻ കിട്ടുള്ളൂ. 5 മണിക്കൂറും 6 മണിയും ആകും ചിലപ്പോൾ വരുമ്പോൾ. കാലത്തെ പോകുകയും ചെയ്യും. എന്നാലും അത് മതിയായിരുന്നു.
ഈ ഒരു ഞായറാഴ്ചയിലെ ഓർമ്മകൾ അയവിറക്കി ആഴ്ചയിലെ ബാക്കി ദിവസങ്ങൾ ഞാൻ ഉന്തി നീക്കി. തിങ്കളാഴ്ച മുതൽ തുടങ്ങും എണ്ണാൻ. ഇനി 5 ദിവസം, 4 ദിവസം, 3 ദിവസം, അങ്ങനെ. അവളൊന്നും പറഞ്ഞില്ല. എന്താണ് പറയേണ്ടതെന്ന് തോന്നിയില്ല. വിമലയ്ക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ജീവിതം എന്താണെന്ന്. അയാൾ പിന്നെയും തുടങ്ങി. എൻ്റെ അനിയത്തിമാർ വിശ്വസിക്കുന്നു എനിക്ക് സുഖമാണെന്ന്. എൻ്റെ വേദന അവരെ അറിയിക്കുന്നതെങ്ങനെ? ഈ പുസ്തകങ്ങളും കൊച്ചുമുറിയും. ഇതിൽ എൻ്റെ ആത്മാവിന് തൃപ്തി കിട്ടുമോ? ദൈവത്തിൻ്റെ നല്ല ലോകത്തിലെ ചൂടും വെളിച്ചവും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് വിമലയാണ്. ഈ ജനാല കമ്പികൾക്കിടയിൽ കൂടി മാത്രമേ ഞാൻ ഇതുവരെ ലോകം കണ്ടിരുന്നുള്ളൂ. അന്വേഷിച്ചങ്ങോട്ട് ചെല്ലാമായിരുന്നില്ലേ ചൂടും വെളിച്ചവും? എന്നാൽ ലോകം കാണുകയും ചെയ്യാമായിരുന്നല്ലോ, അവൻ പറഞ്ഞു. പണ്ടും പരാതി പറയുന്നു. 2 കാലുമില്ലാതെ. കാലില്ല, ശരി. അതങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത് എന്തിന്? കയ്യും കാലും ഇല്ലാത്തവർ ജീവിക്കുന്നില്ലേ? ഒരു പരാധീനത ഉണ്ടെങ്കിൽ. അവൾ പെട്ടെന്ന് തലേന്ന് ആശുപത്രിയിൽ കണ്ട ഒരു കുട്ടിയെ ഓർമ്മിച്ചു. കാൽ രണ്ടും വളഞ്ഞ് ശോഷിച്ച് തൊട്ടാൽ പഴന്തുണി പോലെ. വിമലക്കറിഞ്ഞുകൂടാ അതെന്താണെന്ന്. കാലും കൈയും ഉള്ളവർക്ക് അതില്ലാതിരുന്നാൽ എങ്ങനെയാണെന്ന് മനസ്സിലാകുമോ? ഒക്കെ മനസ്സിലാക്കാം. അവനവൻ അനുഭവിച്ചത് മാത്രമേ മനസ്സിലാകൂ എന്നാണെങ്കിൽ അവൻ മനുഷ്യനാണോ? അങ്ങനെ മനസ്സിലാക്കലല്ല, സ്നേഹമാണ് എനിക്ക് വേണ്ടത്. വിമലയുടെ ഗൗരവം നിറഞ്ഞ കൊച്ചു ഹൃദയം. അവളത് ശരിക്ക് കേട്ടില്ല. അത്രയ്ക്ക് പതുക്കെയാണ് അയാൾ പറഞ്ഞത്. കാലില്ലെങ്കിലും അതിനു കൂടി പകരം കണ്ട് ബുദ്ധി തന്നിട്ടുണ്ടല്ലോ ദൈവം. നിങ്ങളുടെ അറിവും ബുദ്ധിയും ഉപയോഗിച്ച് നിങ്ങളല്ലാതെ വേറെ ആരാണെങ്കിലും ഈ മുറിക്കകത്തിരുന്ന് ഞാൻ എന്തു ചെയ്യും? അയാൾ ചിരിച്ചു, രക്തസാക്ഷിയുടെ മട്ടിൽ. ആ ചിരിയാണ് അവളെ ചുണ്ടി പിടിപ്പിച്ചത്. ട്രാജിക് ഹീറോ ആവാൻ പുറപ്പെട്ടിരിക്കുന്നു. ഈ നാടകവും സംഗീത സദസ്സും ചർച്ചായോഗങ്ങളും നടത്താൻ ആവും ഇല്ലേ? എൻ്റെ വീടിൻ്റെ അടുത്ത് ഇതുപോലെ കാല് തളർന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളാണ് ആ തറവാട് നന്നാക്കിയത്. പാവപ്പെട്ട കുടുംബം. അയാൾക്ക് വേണ്ടി പണം ചെലവാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. തിരിച്ചു കൊണ്ട് നടക്കാൻ ഒന്തു കസേരയും ആരും ഉണ്ടാക്കി കൊടുത്തില്ല. എടുത്താണോ ഉമ്മറത്ത് കൊണ്ടിരുത്താറ്. അയാൾ തന്നെത്താൻ വൈദ്യം പഠിച്ചു. ആ പനമ്പ് കെട്ടി മറിച്ച ഉമ്മറക്കോലയിലിരുന്ന് അയാൾ രോഗികളെ നോക്കി ചികിത്സ നിശ്ചയിച്ചു. അയാളാണ് വീട് പുലർത്തിയിരുന്നത്. വേറെ ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് പാട്ട് വശമുണ്ടല്ലോ. ഈ സംഗീത സദസ്സ് പുറമെ പോയി നടത്തിയാൽ തന്നെ പണം ഉണ്ടാക്കാമല്ലോ. പണം ഉണ്ടാക്കലാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്ന് വിമല കരുതുന്നു. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. അയാൾ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. ഓഹോ, ഞങ്ങളൊക്കെ മോശക്കാർ, പണത്തിൽ മാത്രം വിശ്വസിക്കുന്നവർ. ഈ പണത്തിൽ വിശ്വസിക്കാത്തവരുണ്ടല്ലോ, യോഗ്യന്മാർ. അവർക്ക് വായു ഭക്ഷണമാണോ? നിങ്ങളുടെ ഈ ഹൈത്യം കൊണ്ട് വയറ് നിറയുകയില്ലല്ലോ. ഉവ്വോ, കണ്ണിൽ കണ്ട പുസ്തകങ്ങളിൽ നിന്ന് കരം മേടിച്ച. അയാൾ ഇത്തവണ ഒന്നും പറഞ്ഞില്ല. അനിയത്തിമാരെ വേദന കാണിക്കാറില്ല പോലും. ആ പാവങ്ങളുടെ രക്തം കുടിച്ച് അനിയത്തിമാരെ സ്നേഹിക്കുന്നു. സ്നേഹം ചുറ്റും വലക്കെട്ടി നടുക്കിരുന്ന് അതിൽ കുടുങ്ങുന്നവരെയൊക്കെ പിടിച്ചു തിന്നുന്ന 8 കാലിയാണ് നിങ്ങൾ. പുറത്ത് കാർന്ന് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. അവൾ ഒന്നും നോക്കാതെ പുറത്തേക്ക് ഓടി. ഇപ്പോൾ ഇത്രയും കഴിഞ്ഞ് അവരെ നേരിടാൻ വയ്യ. അവൾ തിരിഞ്ഞു മുകളിലേക്ക് കയറി. എന്താണ് ചെയ്യുന്നതെന്നറിയാതെ ആദ്യത്തെ മുറിയുടെ വാതിൽ തുറന്ന് അകത്ത് കടന്നു. രതിയുടെ മുറിയാണ്. മൂലയിലെ സ്റ്റാൻഡിൽ 2-3 അലക്കിയ സാരികൾ നിവർത്തി വലിച്ച് ഇട്ടിരിക്കുന്നു. ഒരു 4 സാരിയെങ്കിലും ഉടുത്തു നോക്കി മാറ്റിയിട്ട് രതിക്ക് ഒരെണ്ണം പിടിക്കുള്ളൂ എന്നും പതിവതാണ്. ഉടുത്തുലഞ്ഞ ഒരു സാരി കിടക്കമേൽ കിടക്കുന്നു. അതുവരെ ഉടുത്തത് പോകാൻ സമയത്ത് അഴിച്ചിട്ടതായിരിക്കണം. അത് നീക്കിയിട്ട് വിമല കിടക്കയിലിരുന്നു. വിരിപ്പിന്മേൽ നിറച്ച് പൂക്കളും ഇലകളും തുന്നിയിട്ടിട്ടുണ്ട്. നിവർത്തിയിട്ടിരിക്കുന്ന സാരികളും മേശവിരിയും കിടക്കവിരിയും എല്ലാം കൂടി എന്തെല്ലാം നിറങ്ങൾ. ചുമര് നിറച്ച് സിനിമാ താരങ്ങളുടെ പടങ്ങളാണ്. ഒരു വശത്ത് ക്ലാർക്ക് ഗേബിൾ ആ വല്ലാത്ത നോട്ടവും നോക്കിക്കൊണ്ട് നിൽക്കുന്നു. എതിരെ ഒരു മദാമയാണ്. ആരാണെന്ന് മനസ്സിലായില്ല. ദിലീപ് കുമാറും രാജും നർഗീസും ഗീതാ ബാലിയും എല്ലാവരും ഉണ്ട്. ചിലത് കൂടിയിട്ട് തൂക്കിയിരിക്കുന്നു. ചിലത് അങ്ങനെ തന്നെ വെട്ടി ചുമരിന്മേൽ ഒട്ടിച്ചിരിക്കുകയാണ്. മേശപ്പുറത്ത് പൗഡർ ടിന്നും മഷിക്കൂട് ഉപയോഗിച്ച് പാട് തുറന്നിരിക്കുന്നു. എന്തൊരു ഇളക്കക്കാരി പെൺകുട്ടി. അവൾ എഴുന്നേറ്റ് പൗഡർ ടിൻ അടയ്ക്കുമ്പോഴേക്കും വാതിൽ ആരോ തുറന്നു. രതി തന്നെയാണ്. അയ്യോ വിമല ചേച്ചി, ഇതൊക്കെ ഒതുക്കി വെക്കുകയാണോ? വൃത്തിക്കേട് സഹിക്കാൻ വയ്യാതായല്ലേ? ചേച്ചി വന്ന് കാണുമെന്ന് വിചാരിച്ചില്ല. എന്നാൽ ഒക്കെ നേരെ വെച്ചിട്ട് പോയേനെ. വിമല ഒന്നും മിണ്ടിയില്ല, ചിരിച്ചു. മേശപ്പുറം ഒരുമാതിരി ഒതുക്കി അവൾ അഴയുടെ നേർക്ക് തിരിഞ്ഞു. വേണ്ട ചേച്ചി, സാരി ഞാൻ മടക്കിയിട്ടോളാം. രതി മടക്കിക്കോളൂ, ഞാനും കൂടാം. എല്ലാം തീർന്നപ്പോൾ വിമല ചോദിച്ചു, മിനി എവിടെ? മുറിയിലേക്ക് പോയിട്ടുണ്ടോ? ഉവ്വ്, തലവേദനയാണ്. വല്യച്ചിക്ക് കാറിൽ കയറിയാൽ മതിയല്ലോ. പെട്രോളിൻ്റെ നാറ്റം കേട്ടാൽ അപ്പോൾ തുടങ്ങും. സൂക്കേടുകാരിക്ക് എങ്ങനെ ഇരിക്കുന്നു എന്ന് പോയി അന്വേഷിച്ച് അവൾ താഴത്തെ അടുക്കളയിലേക്ക് ചെന്നു. ദേവു നിന്ന് കാപ്പി കൂട്ടുന്നു. ഈ വീട്ടിലെ കാപ്പി കൂട്ടൽ. ഒന്നും മിണ്ടാനില്ലാതെ അവൾ നോക്കി നിന്നു. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ ചേച്ചിയുടെ ചിലപ്പോൾ മാറും. പക്ഷേ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. പഞ്ചസാര ഇട്ടിളക്കുന്നതിനിടയിൽ ദേവു പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ആരും ഒന്നിനും വിളിച്ചേക്കല്ലേ എന്ന് പ്രത്യേകം പറഞ്ഞു. വിമലയുടെ കപ്പും ട്രേയിൽ വെക്കാം. അങ്ങോട്ട് പോകാം, അവിടെ ഇരുന്ന് കുടിക്കാം. ഞാൻ കുടിച്ചതാണ്. 2 വട്ടം കഴിഞ്ഞു.
അതിനെന്താണ്, കാപ്പിയല്ലേ, ഞങ്ങൾ എല്ലാവരും കുടിച്ചതാണ്. രാജൻ ചേട്ടന് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. രാജൻ ചേട്ടൻ വന്നിട്ടുണ്ടോ? ഉവ്വ്. വിമല ഒന്നും പറഞ്ഞില്ല. ഇന്ന് ആകപ്പാടെ നല്ല ദിവസമല്ല. ദേവു തുടർന്നു. ചേട്ടനും വല്ലാതിരിക്കുന്നു. ഞാൻ കണ്ടിട്ട് സുഖക്കേട് വല്ലതുമാണോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ വെളുപ്പിനെ പോയതല്ലേ, തന്നെ ഇരുന്ന് വയ്യാണ്ടായതായിരിക്കും. ഞാൻ പോകുന്നില്ല എന്ന് കുറേ പറഞ്ഞു. അപ്പോൾ മിനിയുടെ പിടുത്തം. നമുക്ക് വല്ല ആവശ്യം വരുമ്പോൾ അവർ ഇങ്ങോട്ടും വരേണ്ടതല്ലേ എന്നാണ്. ചേട്ടനും പറഞ്ഞു പോകണമെന്ന്. രാജൻ കല്യാണത്തിന് വന്നിരുന്നതാണോ? അതെ, കാറ് വരുന്നുണ്ടല്ലോ, അപ്പോൾ കൂടെ ഇങ്ങോട്ട് പോന്നു. ചേട്ടൻ വല്ലാതെ ഇരിക്കുന്നത് കണ്ടിട്ടാണ് രാജൻ ചേട്ടൻ ഇന്ന് പോകുന്നില്ലെന്ന് നിശ്ചയിച്ചത്. ഇന്ന് നടന്നറിഞ്ഞാൽ ഈ പാവം ദേവ് പോലും ഒരു പുലി പോലെ മേൽ ചാടി വീഴും. ഈ ചേട്ടൻ എന്ന് പറയുന്ന ആളിനും അപ്പുറം യാതൊന്നുമില്ല ഇവർക്ക്. ദേവ് ട്രേ പൊക്കിയെടുത്തു. വിമല വരൂ. ദേവ് പോയിക്കോളൂ, ഞാൻ മിനിക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. എന്നാൽ ഞാൻ കാപ്പി മുകളിലേക്ക് തരാം. വേണ്ട ദേവു, എനിക്കിപ്പോൾ കാപ്പി വേണ്ട. ദേവ് പിന്നെ ഒന്നും പറഞ്ഞില്ല. വിമല രണ്ടാമത് മുകളിലേക്ക് കയറി. മിനിയുടെ മുറിയുടെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. ചെന്ന് അസഹ്യപ്പെടുത്തുന്നത് ഇഷ്ടമായിരിക്കില്ല. അവൾ വാതിൽക്കൽ ഒരു കസേര വലിച്ചിട്ട് ഒരാഴ്ചപ്പതിപ്പുമായി ഇരുന്നു. ഒന്നും വായിച്ചില്ല. മെഡിക്കൽ കോളേജിൽ 5 വർഷം കഴിച്ചവൾക്ക് റൊമാൻസ് പുത്തരിയല്ല. എന്നാൽ ഇതുപോലെ അവിടെ 5 വർഷം താമസിച്ചതിനിടയ്ക്ക് ചുരുങ്ങിയത് 5 ആളുടെയെങ്കിലും കൂടെ പേര് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പതിവാണത്. 2 മാസം എല്ലാവരും കൂടി പറഞ്ഞുകൊണ്ട് നടന്നാൽ ഒന്നും അറിയാത്തവനും ഭയങ്കര പ്രേമത്തിലാവും. വിമലയും ചേർന്നിട്ടുള്ളതാണ് ഈ കളിയിൽ പലപ്പോഴും. കീറിമുറിച്ച ശവങ്ങളുടെയും രോഗത്തിൻ്റെയും മരുന്നിൻ്റെയും ഇടയ്ക്ക് ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും രസം കൂടിയേ കഴിയും. പക്ഷേ അവിടുത്തെ പ്രേമകഥകൾ മിക്കവരും തമാശയായിട്ടേ എടുത്തിട്ടുള്ളൂ. 1-2 കാര്യമായി അവസാനിക്കാറില്ല എന്നല്ല, പൊതുവേ അതൊരു വിനോദം മാത്രമാണ്. ഇന്ന് അയാളോട് എന്തിനെ അങ്ങനെയൊക്കെ സംസാരിച്ചു? അനാവശ്യമായി പോയി. എന്തൊരു സൂക്കേടായിരുന്നു. നേരെ നല്ലപോലെ ഇരുട്ടി. ഇങ്ങനെ ഇരുട്ടത്ത് ഇവിടെ ഇരിക്കുന്നത് മോശമാണ്. അവൾ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്നു. ദൈവമാണോ അത്? മിനി വിളിച്ചു ചോദിച്ചു. ഉറങ്ങിയിട്ടില്ല പാവം. എന്താ വേണ്ടേ മിനി? ആ മേശപ്പുറത്ത് ബാം ഇരിക്കുന്നുണ്ടാവോ, ഒന്ന് ഇങ്ങോട്ട് എടുത്തോളൂ. ലൈറ്റ് ഇട്ടോളൂ വിമലെ. അവൾ ഇരുട്ടത്ത് തപ്പുന്നത് കണ്ട് മിനി പറഞ്ഞു. വേണ്ട, കിട്ടി. വിമല പുരട്ടി കൊടുക്കാമെന്ന് വെച്ചു. കുപ്പി തുറന്നപ്പോഴേക്കും മിനി കൈനീട്ടി. അവൾ കിടക്കമേൽ മിനിയുടെ അടുത്തായിരുന്നു. ഈ കുടുംബവുമായി ഇത്ര വളരെ അടുക്കാൻ പോയതെന്തിന്? വാതിൽ ഒരിക്കൽ കൂടി തുറന്നു. ദേവു, ചേച്ചി എങ്ങനെ ഇരിക്കുന്നു? കുറഞ്ഞില്ല. എന്നോടൊന്നും മിണ്ടല്ലേ ദേവു. വിമലേ, ദേവു പതുക്കെ വിളിച്ചു. ഓ. വിമല എഴുന്നേറ്റു. 2 പേരും പുറത്തേക്ക് കടന്ന് വാതിലടച്ചു. ഉണ്ണാൻ വരൂ വിമലെ. ആളടുത്തിരുന്ന് കൊണ്ടൊന്നും കാര്യമില്ല. നാളെ കാലത്തേക്കേ മാറുള്ളൂ എനിക്കിത്. ആണുങ്ങളുടെ ഊണ് കഴിഞ്ഞിരുന്നു. അവർ 3 പേരും കൂടി ഇരുന്നു. ആകപ്പാടെ ഒരു മ്ലാനത. രതി കൂടി മിണ്ടുന്നില്ല. ഊണ് കഴിഞ്ഞ് സാധാരണ പോലെ വർത്തമാനം പറയാനൊന്നും നിൽക്കാതെ എല്ലാവരും കിടക്കാൻ പോയി. രതി കിടക്ക എടുത്തുകൊണ്ട് പോയി മിനിയുടെ മുറിയിൽ നിലത്തിട്ട് കിടന്നു. രാത്രി വല്ല ആവശ്യവും വന്നാൽ ഉണരാൻ. ദേവുവിന് കുറേ ദിവസമായി സുഖമില്ലാതെ ഇരിക്കുകയാണ്. ഉറക്കമൊഴിച്ചുകൂടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. മിനിയുടെ തൊട്ടടുത്തുള്ള മുറിയിൽ വിമല കിടന്നു. നല്ല നിലാവുള്ള രാത്രി. പുറത്തേക്കുള്ള ജനലിൽ കൂടി നിലാവ് മുഖത്ത് തന്നെയാണ് വന്നടിക്കുക. അവൾ കുറേ നേരം കണ്ണടച്ച് കിടന്നു. ആ ഭ്രാന്ത് പിടിപ്പിക്കുന്ന വെളിച്ചം എന്നാലും കാണാം. അവൾ എഴുന്നേറ്റ് ജനലടച്ചു. അപ്പോൾ ഭയങ്കര ഉഷ്ണം. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുരുണ്ടു. താഴത്തെ ക്ലോക്ക് 12 അടിക്കുന്നതും കേട്ടു. പിന്നെ ഒന്ന് മയങ്ങി. ആരോ ദേഹത്ത് തൊട്ടു എന്ന തോന്നലോടെ അവൾ ഞെട്ടി ഉണർന്നു. രതി അടുത്തു നിൽക്കുന്നു. മുറിക്കകത്ത് മുഴുവൻ വെളിച്ചമാണ്. എന്താ, എന്തു പറ്റി? അവൾ എഴുന്നേറ്റിരുന്നു. വിമല ചേച്ചി, ഒന്നെൻ്റെ കൂടെ താഴത്തേക്ക് വരാമോ? വല്യച്ചിക്ക് തലവേദന കൂടുതലാണ്. താഴത്ത് ചേട്ടൻ്റെ മുറിയിൽ കോടോപ്പൈരിൻ ഇരിപ്പുണ്ട്. എടുത്തുകൊണ്ട് വരണം. എനിക്ക് തന്നെ പോകാൻ പേടിയാണ്. ഒന്ന് വരാമോ? കൊച്ചച്ചിയെ ഉണർത്തേണ്ടെന്ന് വെച്ചിട്ടാണ്. വിമല സാരി പിടിച്ച് നേരെയാക്കിയിട്ട് എഴുന്നേറ്റു. അവർ ശബ്ദമുണ്ടാക്കാതെ കോണിയിറങ്ങി. തളത്തിൽ നല്ല ഇരുട്ടാണ്. നിലാവിൻ്റെ വെളിച്ചവുമില്ല. പുറത്തേക്ക് ജനലുകളേയില്ല. അങ്ങേയറ്റത്താണ് ലൈറ്റിൻ്റെ സ്വിച്ച്. രതി കൈ മുറുകെ പിടിച്ചുകൊണ്ട് കൂടെയുണ്ട്. ഇരുട്ടിനെ പേടിയാണ് അവൾക്ക്. വിമല കുറേ നേരം തപ്പി സ്വിച്ച് കണ്ടുപിടിച്ചു. രതി ചേട്ടൻ്റെ വാതിൽക്കലേക്ക് പോയി. അവൾ മാറി നിന്നു. 2-3 പ്രാവശ്യം തള്ളി നോക്കി. രതി പറഞ്ഞു, ചേച്ചി തുറക്കുന്നില്ലല്ലോ, ഇതെന്താ? ഒന്ന് നോക്കൂ. അവളും ചെന്ന് തള്ളി നോക്കി. തുറക്കുന്നില്ല. അകത്ത് നിന്ന് കുറ്റിയിട്ടിട്ടുണ്ട്. ചേട്ടനെ വിളിക്കൂ. അത് പതിവില്ലല്ലോ ചേച്ചി. വാതിലൊരിക്കലും കുറ്റിയിടാറില്ല. രാത്രി വല്ലതും വേണ്ടി വന്നെങ്കിലോ എന്ന് വെച്ച്. രതി വിളിച്ചു. 2-3 പ്രാവശ്യം അനക്കമില്ല. അച്ഛനുമൊക്കെ ഇപ്പോൾ ഉണരും ചേച്ചി. വെറുതെ പരിഭ്രമിക്കും. നമുക്ക് അപ്പുറത്തെ ജനാലയ്ക്ക് പോയി വിളിക്കാം. അപ്പോൾ കേൾക്കും. ഒറ്റ വിളിക്ക് എണീക്കുന്നതാണ് ചേട്ടൻ. ഇന്നെന്തു പറ്റിയോ? വിമല വാതിൽ പതുക്കെ വലിച്ചു തുറക്കുന്നതിനിടയ്ക്ക് രതി പറഞ്ഞു. ടുട്ടുവിനെ പൂട്ടിയിട്ടുണ്ട്. സമാധാനം. അല്ലെങ്കിൽ ഇപ്പോൾ കുറിച്ച് ശരിയാക്കിയാന്. അവർ പുറത്തെ ഇറയത്തേക്ക് ഇറങ്ങി. അവിടെ ലൈറ്റിൻ്റെ ആവശ്യമില്ല. നല്ല നിലാവുണ്ട്. ജനലും കുറ്റിയിട്ടിട്ടുണ്ട്. രതി പറഞ്ഞു. വിമലയുടെ ഉള്ളിൽ കൂടി പെട്ടെന്ന് ഒരു തണുപ്പ് പാഞ്ഞു വന്നു. അവൾ ഉണർന്നു. ഉറക്കപ്പിച്ചെല്ലാം പോയി. ചേട്ടൻ്റെ മുറിയുടെ ജനൽ തന്നെയാണോ അത്? നോക്കൂ. അതെ, ഇവിടെ രാജൻ ചേട്ടനാണ്. അങ്ങേ അറ്റത്തിൽ ആരും കിടക്കുന്നില്ല. നടുവിലാണ് ചേട്ടൻ്റെ മുറി. ദേ, ചായപ്പിൻ്റെ ജനൽ തുറന്നു കിടന്നിട്ടുണ്ടല്ലോ. വരൂ, അകത്തേക്ക് തന്നെ നോക്കാം.
രതി ഒന്നും മിണ്ടിയില്ല. വാതിലടച്ചേക്കൂ. വിമല മുമ്പേ നടന്നു. പിന്നിൽ വാതിലടയുന്ന ശബ്ദം കേട്ടു. അവൾ തളത്തിലെ മേശപ്പുറത്ത് കിടന്ന സാധനങ്ങൾ ഓരോന്നായി പെറുക്കി താഴെ വെച്ചു. എന്തിനാണെന്ന് ചോദിക്കാതെ രതിയും കൂടി. രണ്ടുപേരും കൂടി മേശ പിടിച്ചു വാതിലിനടുത്ത് കൊണ്ടുവന്നിട്ടു. രതി മേശപ്പുറത്ത് കയറാൻ തുടങ്ങിയപ്പോൾ വിമല പറഞ്ഞു, വേണ്ട, ഞാൻ കയറാം. നല്ല ഇരുട്ടാണ് അകത്ത്. വെന്റിലേറ്ററിൽ കൂടി വീണ വെളിച്ചത്തിൽ വെളുത്തിട്ട് എന്തോ കണ്ടു നിലത്ത് എന്ന് തോന്നി. രതി, ടോർച്ചുണ്ടോ? ഒന്നും കാണാൻ വയ്യ. ഈ മേശയുടെ അറ്റത്ത് കാണണം. ഓ, വലിപ്പം അപ്പുറത്തായി. മേശ തിരിച്ചിട്ടാലേ തുറക്കാൻ പറ്റുള്ളൂ. ഉപദ്രവം. അവളിറങ്ങി മേശ പിടിച്ച് തിരിച്ചിട്ട് വലിപ്പ് തുറന്നു. ഒരു ചെറിയ ടോർച്ചുണ്ട്. വലുത് ചേട്ടൻ്റെ അകത്താണ്, രതി പറഞ്ഞു. വിമല രണ്ടാമതും കയറി അകത്തേക്ക് ടോർച്ചടിച്ചു. ഭഗവാനെ, ആ വെളുത്ത സാധനം! പരിഭ്രമിക്കരുത്, അവൾ യാതൊരു പതർച്ചയും ഇല്ലാത്ത ശബ്ദത്തിൽ പറഞ്ഞു. രതി, വാക്കിംഗ് സ്റ്റിക്കോ വടിയോ ബലത്തിൽ വല്ലതും ഉണ്ടോ അവിടെ? നോക്കട്ടെ. രതി പോയി മൂലയിൽ നിന്ന് അവളുടെ അച്ഛൻ്റെ വെള്ളിക്കെട്ടിയ ചൂരൽ കൊണ്ടുവന്നു. എന്തിനാണ് ചേച്ചി? എന്താണ്? ഒന്നുമില്ല. രതി പോയി ദേവുവിനെ. രാജനുണ്ടല്ലോ ഇവിടെ, ഇല്ലേ? രാജനെയും വിളിക്കൂ. ഒരു കൈയിൽ ടോർച്ച് പിടിച്ച് മറ്റേ കൈ കൊണ്ട് വടി അകത്തേക്ക് കടത്തി അവൾ പറഞ്ഞു. രതി അനുസരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചില്ല. തഴുത് നീക്കിയിട്ടുണ്ട്. അതുമാത്രമേ ഉള്ളൂ എങ്കിൽ വിഷമമില്ല. താഴത്തെ കുറ്റി കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ. അവൾ ശക്തിയിൽ പിടിച്ചു തള്ളി. ഓടമ്പലിന് ബലമില്ല, നീങ്ങുന്നുണ്ട്. ദൈവമേ! മുഴുവനും മാറി. അവൾ ഉറക്കെ തള്ളി വാതിൽ തുറന്നു. മേശപ്പുറത്ത് തൊട്ടുപിറകിൽ രതി നിൽപ്പുണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലായത്. കയ്യിലുണ്ടായിരുന്ന മേശപ്പുറത്ത് വെച്ച് അവൾ അകത്തേക്ക് ചാടി. പിന്നാലെ രതിയും. എന്താ, ചവിട്ടി കാൽ വഴുതിയെന്ന് തോന്നി. തപ്പി ആദ്യം കൈവച്ചത് സ്വിച്ചിന്മേലാണ്. പിന്നിൽ രതി അയ്യോ എന്നൊക്കെ ഒരു വിളി വിളിച്ചു. നിന്ന നിൽപ്പിൽ മറിഞ്ഞു വീഴുന്ന ശബ്ദവും കേട്ടു. ചേട്ടൻ്റെ രക്തത്തിലാണ് കാൽ വഴുതിയത്. അവൾ നിലത്ത് മുട്ടുകുത്തി. എവിടെയാണ് മുറിവ്? കാൽ പിടിച്ച് നിവർത്തി. അല്ല, കാലിലല്ല, രക്തം പുരണ്ടത് മാത്രമാണ് അവിടെ. കൈ? ഇടത്തെ കൈ? ആ, അവിടെയാണ്. ഇന്ന് ഇടത്തെ കൈത്തണ്ടയിൽ രക്തം ഒഴുകുകയാണ്. അവൾ കൈകൊണ്ട് തുടച്ചു. ഇല്ല, നിൽക്കുന്നില്ല, ഇവിടെ തന്നെ. അവൾ എഴുന്നേറ്റു. ചായപ്പിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുകയാണ്. അഴയിൽ തോർത്തുണ്ട്. അതെടുത്ത് തിരിച്ചു വന്ന് കുമ്പിട്ട് കൈ വരിഞ്ഞു മുറുക്കി തുടങ്ങി. നിൽക്കുന്നില്ല. ദൈവമേ, എന്താണ്? എന്തു പറ്റി? പിന്നിൽ നിന്ന് ഒരു പുരുഷ ശബ്ദം കേട്ടു. ആവൂ, രാജൻ വന്നോ? ചോര നിൽക്കുന്നില്ല. എന്തെങ്കിലും ഒരു മരക്കഷ്ണം തരൂ. കെട്ടിയിട്ട് ബലം മതിയാകുന്നില്ല. രാജൻ മേശപ്പുറത്തു നിന്ന് ഒരു വണ്ണം കുറഞ്ഞ റൂളർ എടുത്തു നീട്ടി. അവൾ വടിവെച്ച് വരിഞ്ഞു മുറുക്കി. രക്തം നിന്നു. അപ്പോഴാണ് അവൾ മുഖം ശ്രദ്ധിച്ചത്. കടലാസിൻ്റെ നിറം. രാജൻ! അവൾ ഉറക്കെ വിളിച്ചു. രാജൻ ചായപ്പിൽ നിന്ന് വെള്ളവുമായി വരുന്നു. ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. ഒരു മിനിറ്റ് താമസിച്ചാൽ പിന്നെ കിട്ടില്ല. അയാൾ പുറത്തേക്ക് ഓടി. എല്ലാവരും എത്തി. രതിയുടെ അച്ഛൻ വാതിൽക്കൽ നിൽക്കുന്നു. മിനിയും ദേവുവും അടുത്തുണ്ട്. ഒന്ന് പിടിക്കണം, പുറത്തേക്ക് കൊണ്ടുവരാൻ, വിമല പറഞ്ഞു. രതിയുടെ അച്ഛൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് വന്നു. കിടക്ക താഴത്തേക്ക് എടുക്കൂ ദേവു, അവൾ തുടർന്നു. ദേവു കിടക്ക എടുത്ത് താഴ്ത്തിട്ടു. അച്ഛനും വിമലയും കൂടെ പിടിച്ച് അതിലേക്ക് കിടത്തി. ആ അറ്റം പിടിച്ചോളൂ. അവർ രണ്ടുപേരും കൂടി കിടക്കയുടെ രണ്ടറ്റവും പിടിച്ച് പൂമോത്തേക്ക് കൊണ്ടുവന്നു. ദേവു, വേറെ മുണ്ട്. മിനി ആ വാതിൽക്കൽ പ്രേതം പോലെ നിൽക്കുകയാണ്, അനങ്ങാതെ. ദേവും മുണ്ടും പുതപ്പും കൊണ്ടുവന്നു. അപ്പോഴേക്കും കാറെത്തി. ദൈവദീനം, എന്ത് വേഗം വന്നു! അച്ഛനും രാജനും കൂടെ പിടിച്ച് കാറിനകത്തേക്ക് കിടത്തി. അവൾ താഴെ കാൽക്കലായിരുന്നു. തല താങ്ങിക്കൊണ്ട് രാജനും. അച്ഛൻ മുമ്പിൽ. ദേവു കയറാൻ തുടങ്ങി. ദേവു വരികയോ? പിന്നെ ആ കുട്ടി? മിനിയും വീഴാറായിട്ടുണ്ട്. ദേവു മാറി നിന്നു. വണ്ടി പറന്നു. വിമല ചേട്ടൻ്റെ വലത്തെ കൈത്തണ്ട വിരലുകൾക്കിടയിലാക്കിയിരുന്നു. ഉണ്ട്, മിടുപ്പ് നിന്നിട്ടില്ല. വേഗം എത്തിയെങ്കിൽ. കിടക്കെ ഗേറ്റ് തുറന്നു കാണും. അതിലെ വിട്ടാൽ മതി. വേഗം. ഒരുവിധം എത്തി നിന്നു. അവൾ പുറത്തേക്കിറങ്ങി. തിയേറ്ററിലേക്ക് കൊണ്ടുവരൂ, ഞാൻ വല്ലവരും ഉണ്ടോ എന്ന് നോക്കട്ടെ. അവൾ ഓടി അകത്തേക്ക് കയറി. ഡോക്ടർ ഭാസ്കരനാണ് ഡ്യൂട്ടി. അയാൾ സ്വല്പം ഭേദമാണ്. മുറിയിൽ ലൈറ്റ് കത്തുന്നുണ്ട്. ആവൂ, സമാധാനം. അവൾ ചെന്ന് തട്ടി. ആരാണ്? ഞാനാണ്, ഡോക്ടർ വിമല. ഡോക്ടർ വിമല, വേഗമൊന്ന് വരൂ. അയാൾ ഉടനെ വാതിൽ തുറന്നു. അവൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നു. തിയേറ്ററിന് മുമ്പിൽ രാജനും അച്ഛനും ചേട്ടനെ നിലത്ത് കിടത്തി കാത്തു നിൽപ്പുണ്ട്. ഒരു നേഴ്സും എത്തിയിട്ടുണ്ട്. കൊണ്ടുവരൂ, ഡോക്ടർ ഭാസ്കരൻ പറഞ്ഞു. അയാൾ കുറച്ചുകൂടി പരിചയമുള്ള ആളാണ്. പിന്നെ കാര്യങ്ങൾ മുറക്കി നടന്നു. ഡോക്ടർ ചേട്ടൻ്റെ രക്തമെടുത്ത് അതും കൊണ്ട് ലബോറട്ടറിയിലേക്ക് പോയി. വേറൊരു നേഴ്സ് കൂടി എത്തി. രണ്ടുപേരും ചേർന്ന് ചേട്ടനെ മേശപ്പുറത്ത് കയറ്റി കിടത്തുന്നിടത്ത് സഹായിച്ചുകൊണ്ട് വിമല നിന്നു. സ്റ്റാൻഡും ക്ലാമ്പും എടുത്തോളൂ. ശരിക്ക് കിടത്തി മാറിയപ്പോൾ അവൾ പറഞ്ഞു. അതും തയ്യാറായി. ഡോക്ടർ ഭാസ്കരനെ കാണുന്നില്ലല്ലോ. അവൾ ലബോറട്ടറിയിലേക്ക് ചെന്നു. ഡോക്ടർ ടെസ്റ്റിംഗ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. അതൊരു ദൈവാധീനമായി ഇന്ന് ഡ്യൂട്ടി ഡോക്ടർക്കായത്. ബ്ലഡ് ബാങ്കിങ്ങിൽ പ്രത്യേക ട്രെയിനിങ് കഴിഞ്ഞ് ഈയിടെ വന്ന ആളാണ് ഇദ്ദേഹം. ആരുടെയാണ് കൊടുക്കുക? ആ കൂടെ വന്ന ആൾക്ക് രക്തം തരാൻ കാണും. പക്ഷേ ഇനി അത് ടെസ്റ്റ് ചെയ്ത് ഈ ഗ്രൂപ്പിന് ചേർന്നില്ലെങ്കിലോ? എടുത്തുകൊണ്ട് പോകുന്നതുമില്ല. തിയേറ്ററിലേക്ക് നടന്നുകൊണ്ട് അയാൾ പറഞ്ഞു. ഇനിയും സമയം വെറുതെ. ബാങ്കിൽ നിന്ന് എടുത്തുകൂടെ ഡോക്ടർ? അതാണ് ഞാനും വിചാരിച്ചത്. എമർജൻസിക്ക്.
ഇത് എമർജൻസി അല്ലേ ഡോക്ടർ? ഡോക്ടർക്കാണല്ലോ ബാങ്കിൻ്റെ ചാർജ്. ശരിയാണ്, സമയം തെറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഡോക്ടർ അകത്ത് ചെന്ന് നമ്പർ നോക്കി രക്തത്തിൻ്റെ കുപ്പി എടുത്തുകൊണ്ടുവന്നു. ഐസിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന കുപ്പിയുടെ പുറത്ത് വിയർപ്പ് പോലത്തെ നനവ് പൊടിഞ്ഞു. സ്റ്റാൻഡിൽ പൊക്കി കമഴ്ത്തി പിടിപ്പിച്ചു. അടപ്പിൽ സിറിഞ്ച് കുത്തിക്കയറ്റി ട്യൂബും ഘടിപ്പിച്ചു. ചേട്ടൻ്റെ വലത്തെ കൈത്തണ്ടിയിലെ നാടി നോക്കി സൂചി കയറ്റി. രക്തം കുപ്പിയിൽ നിന്ന് പതുക്കെ ഒഴിഞ്ഞു തുടങ്ങി. കടും ചുവപ്പോ നീലയോ എന്ന് സംശയം തോന്നുന്ന നിറം. രക്തം പകുതിയിലധികം ഒഴിഞ്ഞു. ഡോക്ടറുടെ ശ്രദ്ധ മറ്റേ കൈയിലേക്കായി. വായ തുറന്നത് പോലത്തെ തുടുത്ത മുറിവ് അയാൾ സ്പിരിറ്റിട്ട് കഴുകി തുന്നിക്കുത്തി നല്ലവണ്ണം വെച്ച് കെട്ടി. വിമല കച്ചമുണ്ടും വടിയും ഒക്കെ ഉപയോഗിച്ച് കെട്ടിയിരുന്ന കെട്ട് അഴിച്ചു. അവൾ വിശേഷിച്ചൊന്നും ചെയ്യാതെ ദൂരെ മാറി നിന്നു. ചേട്ടൻ്റെ മുഖത്ത് നിമിഷം പ്രതി നിറം കൂടി വരികയാണ്. കടലാസ് പോലത്തെ വിളർപ്പ് പോയി തുളുത്തു വരുന്നു. ഡോക്ടർ പൾസ് പിടിച്ചു നോക്കി. രക്തത്തിൻ്റെ കുപ്പി ഒഴിഞ്ഞു. അയാൾ കയ്യിൽ കുത്തി കയറ്റിയിരുന്ന സൂചി ഊരിയെടുത്തു. സിറിഞ്ചും ട്യൂബുകളും മാറ്റി. വേറെ എന്തോ ഒരു ഇഞ്ചക്ഷനും കൊടുത്തു. മതി. അയാൾ വിമലയുടെ നേരെ തിരിഞ്ഞു. വാർഡിലേക്ക് കൊണ്ടുപോകാൻ ഇനി. സ്ട്രെച്ചർ വന്നു. ഉരുട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ പിന്നാലെ അവരും പോന്നു. രാജനും രതിയുടെ അച്ഛനും വാതിൽക്കൽ നിൽപ്പുണ്ട്. കുറച്ചു മാറി ഡ്രൈവറും. ശരിയായി, ഇനി പേടിക്കാനൊന്നുമില്ല, അവൾ ഇത്രമാത്രം പറഞ്ഞു. ജനറൽ വാർഡിൽ ഒരു മൂലയിൽ കട്ടിൽ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ആരെങ്കിലും ഒരാൾ ഇവിടെ അടുത്തിരിക്കുന്നതാണ് നല്ലത്, ഡോക്ടർ ഭാസ്കരൻ പറഞ്ഞു. ഞാനിരിക്കാം, രാജൻ ഏറ്റു. എന്നാൽ പോവുകയല്ലേ ഡോക്ടർ? ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഡോക്ടർ വിമലയുടെ നേരെ തിരിഞ്ഞു. ഞാൻ ലോഡ്ജിലേക്ക് പോയിക്കോട്ടെ? സംസാരിച്ചപ്പോൾ അവൾക്ക് തന്നെ തോന്നി ഒച്ച വല്ലാതിരിക്കുന്നെന്ന്. ഡോക്ടർ മുറിയിൽ കാണില്ലേ? ഇവർക്ക് വല്ല ആവശ്യം വന്നാൽ വിളിക്കാൻ. പിന്നെ 6 മണിവരെ നമുക്ക് പാറാവല്ലേ? അയാൾ ചിരിച്ചു. എന്തെങ്കിലും കുഴപ്പം തോന്നിയാൽ വിളിച്ചോളൂ കേട്ടോ, അയാൾ രാജനോടായി തുടർന്നു. ഈ വരാന്ത അവസാനിക്കുന്ന മുറിയാണ് എൻ്റെ. അവിടെ ഉണ്ടാവും ഞാൻ. പിന്നെ ഇവിടെ നഴ്സും കാണും. വിമലയെ നോക്കി ഒന്ന് ചിരിച്ച് അയാൾ പോയി. അമ്മാവൻ അങ്ങോട്ട് ചെല്ലൂ. 4-5 മിനിറ്റ് കഴിഞ്ഞ് രാജൻ പറഞ്ഞു. കുട്ടികൾ തന്നെയുള്ളൂ, ഞാൻ നോക്കിക്കൊള്ളാം ഇവിടെ. ഞാൻ പോയാൽ വല്ല ആവശ്യവും വന്നാൽ? അദ്ദേഹം വിമലയോട് ഏട്ടാണ് ചോദിച്ചത്. ഇല്ല, ഇനി അപകടമൊന്നുമില്ല, അവൾ പറഞ്ഞു. ചെന്ന് രതി എഴുന്നേറ്റോ എന്ന് നോക്കുകയാണ് വേണ്ടത്. അതെ, പേടിക്കാനൊന്നുമില്ല എന്ന് അവരോട് ചെന്ന് പറയണം. പോകുന്ന വഴിക്ക് വിമലയെ ഹോസ്റ്റലിലാക്കുകയും ചെയ്യാമല്ലോ, രാജൻ പറഞ്ഞു. ശരി, പോകാം. ഒന്നുറങ്ങാൻ നോക്കൂ, അവൾ പോരുമ്പോൾ രാജൻ പതുക്കെ പറഞ്ഞു. ഇതുവരെ ഉണ്ടായിരുന്ന ധൈര്യമെല്ലാം പോയി. കാല് എടുത്തു വെച്ച് നടക്കണമെങ്കിൽ ഉള്ള ശക്തി മുഴുവൻ പ്രയോഗിക്കണം. ഒരുവിധം കാറിൻ്റെ അടുത്തെത്തി. ഡ്രൈവറും കയറിയിരുന്നു. ഹോസ്റ്റലിൽ ഇറങ്ങണ്ടേ? ഗേറ്റ് കടന്നു കഴിഞ്ഞ് അയാൾ ചോദിച്ചു. വേണം. രതിയുടെ അച്ഛൻ അവളുടെ നേരെ തിരിഞ്ഞു. ഇതിലെയല്ലേ പോകേണ്ടത് വിമലേ? അതെ, ആ കാണുന്നത് തന്നെ. ഇത്രയും പറയാൻ തന്നെ പ്രയാസം. കാറ് പടിക്കൽ നിന്ന് കുറേ നേരം ഹോൺ അടിച്ചപ്പോൾ വാച്ചർ വന്ന് തുറന്നു. അയാളുടെ അമ്പരന്ന നോട്ടത്തിനും ചോദ്യത്തിനും ഒന്നും ഉത്തരം പറയാതെ അവൾ കയറിപ്പോയി. കാറ് നീങ്ങിക്കഴിഞ്ഞപ്പോൾ തോന്നി അതിൽ കൂടെ ചെന്ന് രതി എന്ത് ചെയ്യുന്നു എന്ന് നോക്കുകയാണ് വേണ്ടിയിരുന്നതെന്ന്. വയ്യ, അവിടെ ചെന്ന് കിടക്കുന്നതിലും ഭേദം. കഥ തുടരും.